ഒരു രാത്രി കേരളത്തിന്റെ നിശബ്ദമായ ഒരു ഗ്രാമം. തേങ്ങകളുടെ ഇലകൾ കാറ്റിൽ പതുക്കെ ചലിക്കുന്നൊരു നിമിഷം. ദൂരെയൊരിടത്ത് ക്ഷേത്രമണിയുടെ ശബ്ദം മന്ദമായി മുഴങ്ങുന്നു. ആ ശബ്ദത്തിനിടയിൽ ഒരാൾ ശാന്തമായി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ ഇരുണ്ടതിൽ പോലും തെളിഞ്ഞു നിൽക്കുന്നു. ഭയമില്ലാത്തൊരു ദൃഷ്ടി. അവളുടെ കയ്യിലൊരു വാൾ. അത് വെറും ആയുധമല്ല, അതവളുടെ സ്വാതന്ത്ര്യം, അതവളുടെ ശബ്ദം. ഈ കഥ ഒരു സ്ത്രീയുടെ കഥ മാത്രമല്ല, അവൾ ഭയത്തെ നേരിട്ട് നോക്കിയ നിമിഷത്തിന്റെ കഥയാണ്. പുരുഷന്മാർ പോലും പിന്മാറിയ വഴികളിലൂടെ തനിച്ചായി നടന്നൊരു സ്ത്രീയുടെ കഥ. ചരിത്രം മറക്കാൻ കഴിയാത്തൊരു പേര്, ഉണ്ണിയാർച്ച. അവളുടെ ജീവിതം ശാന്തമായൊരു കഥയായി തുടങ്ങുന്നില്ല. അതൊരു തീ പോലെ മന്ദമായി കത്തിത്തുടങ്ങുന്നൊരു യാത്രയാണ്. അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാത്രിയുടെ ഈ നിശബ്ദതയിൽ നമ്മൾ പങ്കുവെക്കുന്ന ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ഇത്തരം യാത്രകളിൽ കൂടെ ഉണ്ടാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണ ഞങ്ങൾക്കൊരുപാട് വിലപ്പെട്ടതാണ്. ഇനി കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏറ്റവും സുഖകരമായ ഒരു രീതിയിലേക്കിരിക്കൂ. മുറിയിലെ വെളിച്ചം അല്പം കുറയ്ക്കാം. കണ്ണുകൾ പതുക്കെ അടച്ച് ശാന്തമായൊന്ന് ശ്വാസമെടുക്കാം. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് നമുക്ക് ഈ ചരിത്രയാത്ര തുടങ്ങാം. കാലങ്ങൾക്ക് മുൻപ് വടക്കൻ ദിക്കിലെ മണ്ണിൽ കാറ്റിൽ പോലും വീര്യത്തിന്റെ ഗന്ധമുള്ളൊരു കാലം. കടത്തനാടിന്റെ ഹൃദയഭാഗത്ത് വലിയ മരങ്ങൾ അതിരിട്ടൊരു പുരാതന തറവാട്, പുത്തൂരം വീട്. കനത്ത ഈട്ടിത്തടിയിൽ കീർത്ത വാതിലുകളും വലിയ നടുമുറ്റവും മുറ്റിട്ട് പടർന്നു നിൽക്കുന്ന ഇലഞ്ഞിമരവുമുള്ള വലിയൊരു വീട്. അവിടെ അധികാരത്തിന്റെ ശബ്ദങ്ങളെക്കാൾ കൂടുതൽ കേട്ടിരുന്നത് അച്ചടക്കത്തിന്റെ മൗനമായിരുന്നു. ആ വീടിന്റെ അഭിമാനം അതിനോട് ചേർന്നു നിൽക്കുന്നൊരു മണ്ണിലായിരുന്നു. ചുവന്ന കുഴിമണ്ണിൽ പടുത്തുയർത്തിയ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ തങ്ങി നിൽക്കുന്ന ഇടം, പുത്തൂരം വീടിന്റെ സ്വന്തം കളരി. തലമുറകളായി പകർന്നു കിട്ടിയ അറിവുകളുടെയും ആയുധങ്ങളുടെയും വിശുദ്ധ ഭൂമി. കുരുത്തോലയും പച്ചമരുന്നുകളും എണ്ണയും ഉണങ്ങിയ വിയർപ്പും ചേർന്നൊരു പ്രത്യേക ഗന്ധം അവിടെ എപ്പോഴും തങ്ങി നിന്നിരുന്നു. ആ തറവാട്ടിലേക്കാണ് അവൾ ജനിച്ചു വീഴുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ സാധാരണയായി കേൾക്കുന്ന താരാട്ടുപാട്ടുകൾക്കൊപ്പം ആ കുഞ്ഞ് കേട്ടുവളർന്നത് മറ്റൊരു ശബ്ദമാണ്. കളരിയിൽ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, വായുവിനെ കീറിമുറിക്കുന്ന ചുരികയുടെ നാദം. ചിലമ്പൊച്ചകളേക്കാണ് അവൾ ആദ്യം ശ്രദ്ധിച്ചത്. ചുവന്ന മണ്ണിൽ വീഴുന്ന ഉറച്ച കാൽവയ്പ്പുകളുടെ താളമാണ്. അവളുടെ ശൈശവം വളർന്നത് ആ താളത്തിലാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ മറ്റു പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു. അവളുടെ അമ്മ അവളെ പട്ടുടുപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടിയിൽ പൂക്കൾ ചൂടി നിർത്തുമ്പോൾ ആ കുരുന്നിന്റെ കണ്ണുകൾ എപ്പോഴും അന്വേഷിച്ചിരുന്നത് കളരിയിലെ ആയുധങ്ങളെയായിരുന്നു. മുറ്റത്ത് കളിക്കുന്നതിനേക്കാൾ അവൾ ഇഷ്ടപ്പെട്ടത് അഭ്യാസികളുടെ ചൂടുകൾ നോക്കി നിൽക്കാനാണ്. നിലവിളക്കിന്റെ പ്രകാശത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുമ്പോൾ അതിലൊരു വല്ലാത്ത തീക്ഷ്ണതയുണ്ടായിരുന്നു. ആരും അവളെ ഭയപ്പെടുത്തിയില്ല. ഒരു ഇരുത്തും അവളെ കരയിപ്പിച്ചില്ല. വളർന്നുവരുന്ന ഓരോ ദിവസവും അവൾ ആ ചുവന്ന മണ്ണു പരിശീലന കേന്ദ്രത്തെ കൂടുതൽ അടുത്തറിഞ്ഞു. അലങ്കാരങ്ങളെക്കാൾ അവൾ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മൗനമാണ്. സന്ധ്യമയങ്ങുമ്പോൾ നിലവിളക്ക് തെളിയിക്കുന്ന നേരത്ത് മറ്റു കുട്ടികൾ ഭയന്ന് അകത്തേക്ക് മാറുമ്പോൾ അവൾ മാത്രം ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി നിന്നു. പ്രകൃതിയുടെ ഓരോ അനക്കവും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. കാറ്റിന്റെ ദിശ, ഇലകളുടെ ശബ്ദം, ദൂരെ പുഴയിലെ വെള്ളത്തിന്റെ ഇരമ്പൽ. അവളുടെ ചുറ്റുമുള്ള ലോകം ഒരു പാഠപുസ്തകമായി അവൾ കണ്ടു. അവളുടെ അരികിൽ എപ്പോഴും ഒരാൾ ഉണ്ടായിരുന്നു, അവളുടെ ജീവന്റെ പാതിയായ സഹോദരൻ ആരോമൽ. പുത്തൂരം വീടിന്റെ ഭാവി അവനിലാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അവൻ കളരിയിൽ അഭ്യാസങ്ങൾ ചെയ്യുമ്പോൾ അവൾ വരാന്തയിലെ തണുത്ത കൽത്തൂണിൽ ചാരി നിന്ന് അവനെ നോക്കും. അച്ഛൻ പഠിപ്പിക്കുന്ന ഓരോ അടവുകളും, വാൾ എടുക്കുന്ന രീതിയും, ശരീരത്തിന്റെ വഴക്കവും, എതിരാളിയുടെ കണ്ണുകളിലേക്കുള്ള നോട്ടവും, ഇതെല്ലാം ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ആഴത്തിൽ പതിഞ്ഞു. ആരും അവളെ അവിടെ പഠിക്കാൻ വിളിച്ചില്ല. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ വിലക്കപ്പെട്ടിരുന്നെങ്കിലും അവളുടെ സമയം ഇനിയുമായിരുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് അവൾ അടവുകൾ പഠിച്ചു തുടങ്ങിയിരുന്നു. അവൾ വെറുമൊരു കാഴ്ചക്കാരിയല്ലായിരുന്നു, അവൾ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ആരോമൽ തൻ്റെ പരിശീലനം കഴിഞ്ഞ് വിയർപ്പൊഴുകി വരുമ്പോൾ അവൾ അവന് കുടിക്കാൻ വെള്ളം കൊടുക്കും. അപ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കും. വാക്കുകൾ ആവശ്യമില്ലാത്തൊരാശയവിനിമയം അവർക്കിടയിലുണ്ടായിരുന്നു. തൻ്റെ സഹോദരിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വീര്യം അവന് കാണാൻ കഴിഞ്ഞിരുന്നു. ഒരിക്കൽ മഴ പെയ്യുന്നൊരു സായാഹ്നം. വലിയ തുള്ളികളായി മഴവെള്ളം വരാന്തയിലൂടെ കുതിച്ചൊഴുകുന്നു. ഇടിമുഴക്കത്തിൽ വീട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയത്തോടെ അകത്തിരുന്നപ്പോൾ അവൾ വരാന്തയുടെ അരികിലേക്ക് നടന്നു. പെയ്യുന്ന മഴത്തുള്ളികൾ നോക്കി അവൾ നിന്നു. മഴത്തുള്ളികൾ വീഴുന്ന താളത്തിൽ അവൾ കളരിയിലെ കാലുകളുടെ ചലനങ്ങൾ കണ്ടു. ഇടിമുഴക്കത്തിൽ ആയുധങ്ങളുടെ ശബ്ദം അവൾ കേട്ടു. അവളുടെ കൈകൾ അറിയാതെ അനങ്ങി. ഒരു വാൾ പിടിക്കുന്നതുപോലെ വായുവിൽ അവൾ ഒരു ചുവട് വെച്ചു. ആ ചുവടിലൊരു തഴക്കമുണ്ടായിരുന്നു, ഒരു യോദ്ധാവിന്റെ കൃത്യതയുണ്ടായിരുന്നു. മുറ്റത്തെ ഇരുളിൽ എന്നോ അനങ്ങിയതുപോലെ തോന്നിയപ്പോൾ അവൾ നിശ്ചലയായി. അവളുടെ കണ്ണുകൾ ഇരുട്ടിലേക്ക് തുളച്ചു കയറി. ശ്വാസം അടക്കി പിടിച്ച്
പൂർണ്ണമായ ശ്രദ്ധയോടെ അവൾ ആ ഇരുട്ടിനെ നേരിട്ടു. ഭയമില്ലാത്തൊരു വരാൻ പോകുന്ന എന്തിനേയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അതൊരു കാട്ടുപൂച്ചയായിരുന്നു. പെട്ടെന്നത് ഇരുട്ടിലേക്ക് തന്നെ മറഞ്ഞു. അവൾ ശാന്തമായൊരു ചെറു പുഞ്ചിരിയോടെ പിന്തിരിഞ്ഞു. അവൾക്ക് പ്രായമേറിക്കൊണ്ടിരുന്നു. ശൈശവം മാറി ബാല്യത്തിലേക്ക് കടന്ന കാലം. വാളുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും എന്തിനാണ് ഓരോ ആയുധത്തിനും ഓരോ ആകൃതി നൽകിയിരിക്കുന്നതെന്നും അവൾ ചോദിച്ചു മനസ്സിലാക്കി. പഴയ പോരാട്ടങ്ങളുടെ വീരകഥകൾ കേൾക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ പറയുന്ന കഥകളിലെ ഓരോ വീരന്റെയും സ്ഥാനത്ത് അവൾ അവളെ തന്നെ സങ്കൽപ്പിച്ചു. ഒരു രാത്രി, എല്ലാവരും ഉറങ്ങുന്ന നേരം, നിലവിളക്കിലെ എണ്ണ വറ്റിത്തുടങ്ങുന്നു. പുത്തൂരം വീട് നിശബ്ദതയിൽ ആഴ്ന്നിരിക്കുന്നു. തറവാട്ടിലെ പ്രായമുള്ളവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. രാത്രിയിലെ തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ദൂരെ എവിടെയോ കാട്ടാനകളുടെ ചിഹ്നം വിളി മങ്ങിയതായി കേൾക്കാം. അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ കാലിലെ ചിലമ്പുകൾ ശബ്ദിക്കാതിരിക്കാൻ അവൾ വളരെ ശ്രദ്ധിച്ചു. ഒരു നിഴൽ പോലെ അവൾ മുറിക്ക് പുറത്തേക്ക് കടന്നു. പതുക്കെ, വളരെ പതുക്കെ അവൾ നടന്നു. അവളുടെ ലക്ഷ്യം ആ ചുവന്ന മണ്ണുള്ള പരിശീലന കേന്ദ്രമായിരുന്നു. പടവുകൾ ഇറങ്ങുമ്പോൾ ഇളം കാറ്റ് അവളുടെ മുഖത്ത് തഴുകി. അവൾ കളരിയുടെ കുഴിമണ്ണിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്കരികിലെത്തി. ആ പടവുകളിൽ കാറ്റ് വീശിയടിച്ചു. അവൾ ഒരു കാൽ പതുക്കെ ആ ചുവന്ന മണ്ണിൽ വെച്ചു. മണ്ണിന്റെ തണുപ്പ് അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞു. അതവളുടെ സ്വന്തം മണ്ണാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇരുട്ടിൽ പൂത്തറയ്ക്കരികിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളിലേക്ക് അവൾ നോക്കി. ഇരുമ്പിൽ തീർത്ത വാളുകളും പരിചകളും അവിടെ ഉറങ്ങിക്കിടക്കുന്നു. അവളുടെ കണ്ണുകൾ ഒരു പ്രത്യേക ആയുധത്തിൽ ഉടഞ്ഞിക്കുന്നു. ഭാരമുള്ള ഒരു മരവാൾ, കുട്ടികൾ പരിശീലനത്തിനുപയോഗിക്കുന്നത്. അവൾ പതുക്കെ അതിനടുത്തേക്ക് നടന്നു. ദൂരെ എവിടെയോ ഒരു മൂങ്ങ മൂളുന്ന ശബ്ദം കേട്ടു. ഒരു ചെറിയ കാറ്റ് അവിടെ കൂടി കടന്നുപോയി. അവളുടെ കൈവിരലുകൾ ആ മരവാളിന്റെ പിടിയെ സ്പർശിച്ചു. ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യത്തെ സ്പർശം. അവൾ ആ ഇരുട്ടിലേക്ക് തന്റെ ഭാവിയെ ലക്ഷ്യമാക്കി ഒരടി കൂടി മുന്നോട്ട് വെച്ചു. മരവാളിന്റെ തണുത്ത പ്രതലത്തിൽ അവളുടെ വിരലുകൾ അമർന്നു. അതൊരു മരക്കഷ്ണം മാത്രമായിരുന്നില്ല. തലമുറകളുടെ വിയർപ്പും ചോരയും വീണ ആ ചുവന്ന മണ്ണിന്റെ ജീവന്റെ ഒരു ഭാഗമായിരുന്നു അത്. അവളുടെ ചെറിയ കൈകൾക്ക് ആ ആയുധത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു. എങ്കിലും അവളുടെ വിരലുകൾ ആ പിടിയിൽ നിന്നും അയഞ്ഞില്ല. മരത്തിന്റെ പരുക്കൻ പ്രതലം അവളുടെ മൃദുവായ കൈകളിൽ അമർന്നപ്പോൾ അതൊരു വേദനയായിരുന്നില്ല അവൾക്ക് നൽകിയത്, മറിച്ച് ഒരു ഉണർവായിരുന്നു. തലമുറകളായി പുത്തൂരം വീട്ടിലെ വീരന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ആ സ്പർശം ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിരൽത്തുമ്പിലൂടെ അവളുടെ ശിരകളിലേക്ക് പടരുകയായിരുന്നു. ഇരുളിൽ എണ്ണപ്പുകയുടെ നേരിയ ഗന്ധമുള്ള ആ പരിശീലനയിടത്തിൽ അവൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. പുറത്ത് ഇലഞ്ഞിമരത്തിന്റെ ചില്ലകൾ കാറ്റിലുരസുന്ന ശബ്ദം മാത്രം. അവൾ ആ മരവാൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തി. കാറ്റ് ആ കളരിയിലൂടെ ഒഴുകി നടന്നു. ദൂരെ ഒരു രാക്കുയിൽ വളരെ വിഷാദത്തോടെ പാടുന്നുണ്ടായിരുന്നു. മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ പാദങ്ങൾ, അച്ഛനും സഹോദരനും കണ്ടുമാത്രം പഠിച്ച ആ ചുവടുകൾ അവരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുകയായിരുന്നു. വലതുകാൽ മുന്നോട്ട് വെച്ച് ഉടൽ അല്പം താഴ്ത്തി വായുവിനെ കീറി മുറിച്ചുകൊണ്ട് അവൾ ആ മരവാൾ വീശി. എന്നൊരു നേരിയ ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. വീണ്ടും അവൾ കാൽ പിന്നോട്ട് വലിച്ചു. വാൾ നെഞ്ചിനു കുറുകെ പിടിച്ചു. പ്രതിരോധത്തിന്റെ ആദ്യ പാഠം. അവളുടെ ശരീരത്തിന്റെ താളം ആ ചുവന്ന കുഴിമണ്ണുമായി ചേർന്നുപോയി. അതൊരു പെൺകുട്ടിയുടെ കളിയായിരുന്നില്ല, അതൊരു യോദ്ധാവിന്റെ ജനനമായിരുന്നു. പെട്ടെന്ന് കുഴിമണ്ണിലേക്കിറങ്ങുന്ന പടവുകളിൽ ഒരു നേരിയ അനക്കം. ഒരു വലിയ നിഴൽ ആ മണ്ണിലേക്ക് വീണു. അവൾ മരവാൾ താഴ്ത്തി അനങ്ങാതെ നിന്നു. തിരിഞ്ഞു നോക്കാൻ അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല, പക്ഷേ അതൊരു ജാഗ്രതയായിരുന്നു. പടവുകൾ ഇറങ്ങി വന്നത് ആരോമലായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, പുത്തൂരം വീടിന്റെ കരുത്ത്. അവനൊന്നും പറഞ്ഞില്ല, അവളെ ശകാരിച്ചില്ല, പാതിരാത്രിയിൽ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ല. അവൻ ജനിച്ചു വളർന്ന അതേ ചോരയുടെ ചൂട് അവളുടെ മുഖത്തും അവൻ കണ്ടു. ആ വലിയ കണ്ണുകളിൽ അത്ഭുതമായിരുന്നില്ല, ഒരു തിരിച്ചറിവായിരുന്നു. താൻ അനുഭവിക്കുന്ന ആയുധങ്ങളുടെ ഭാരം നാളെ ഇവളും പങ്കിടുമെന്ന തിരിച്ചറിവ്. ആരോമൽ പതുക്കെ അവൾക്കരികിലേക്ക് നടന്നു. അവന്റെ കാൽവെപ്പുകൾക്കൊരു ശബ്ദവുമില്ലായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് അവളുടെ കൈകളിലിരുന്ന മരവാളിന്റെ പിടിയിൽ അവനൊന്ന് സ്പർശിച്ചു. വാൾ പിടിക്കേണ്ട രീതി, വിരലുകളുടെ സ്ഥാനം, ശരീരത്തിന്റെ കോൺ അവൻ മൗനമായി അവൾക്ക് തിരുത്തിക്കൊടുത്തു. ഒരു വാക്കുപോലും അവർക്കിടയിൽ വീണില്ല. അതാ ചുവന്ന മണ്ണിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയായിരുന്നു. നാളത്തെ വലിയൊരു പോരാളിക്ക് ഇന്നത്തെ പോരാളി നൽകുന്ന ആദ്യത്തെ പാഠം. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൻ തിരികെ. പിന്നെ അവൻ പതുക്കെ പടവുകൾ കയറി ഇരുളിലേക്ക് മറഞ്ഞു. നിലവിളക്കിന്റെ അവസാനത്തെ തിരിയും അണഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിലെ തീ അപ്പോൾ ആളിക്കത്താൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള പകലുകൾ പുത്തൂരം വീട്ടിൽ പുതിയൊരു മാറ്റത്തിൻ്റെതായിരുന്നു. വെളുപ്പാൻ കാലത്ത് ക്ഷേത്രത്തിൽ സുപ്രഭാതം കേൾക്കുന്നതിനു മുൻപ് പുകമഞ്ഞു ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൾ ഉണരും.
മുക്കൂട്ടെണ്ണയുടെയും പച്ചമരുന്നുകളുടെയും ഗന്ധമുള്ള ആ അച്ചടക്കത്തിന്റെ മണ്ണിലേക്ക് അവൾ ഇറങ്ങി. ഗുരുനാഥനായ അച്ഛനു മുൻപിൽ പുത്തൂരം വീട്ടിലെ മകൾ വെറുമൊരു വിദ്യാർത്ഥിയായി മാറി. ഒരു പെൺകുട്ടി ആയുധമെടുക്കുന്നതിലെ അസ്വാഭാവികത ആരും പറഞ്ഞില്ല. കാരണം അവൾ ആ മണ്ണിലേക്ക് കാൽ കുത്തുമ്പോൾ വല്ലാത്തൊരു ഏകാഗ്രത അവളുടെ മുഖത്തുണ്ടായിരുന്നു. മൈക്കരുത്ത് നേടാനുള്ള പരിശീലനങ്ങൾ കഠിനമായിരുന്നു. ശരീരത്തിന്റെ ഓരോ പേശിയും വേദനിച്ചു. കച്ചകെട്ടി മെയ് വഴങ്ങാനുള്ള ആദ്യത്തെ ചുവടുകൾ, നിലത്തടിക്കുന്ന കാൽവെപ്പുകൾ. ഓരോ ദിവസവും ആ ആയോധന ഭൂമി അവരുടെ വിയർപ്പ് കുടിച്ചു. ചില ദിവസങ്ങളിൽ കാലിൽ നിന്ന് ചോര പൊടിഞ്ഞു, കൈവെള്ളയിൽ കുമിളകൾ വന്നു പൊട്ടി. വേദനകൾ അവളെ തളർത്തില്ല, പകരം അവൾക്ക് കൂടുതൽ വാശി നൽകി. കളരിയിലെ വിളക്കിന്റെ വെളിച്ചത്തിൽ അവളുടെ ശരീരം ഒരു വില്ലുപോലെ വളഞ്ഞു. ആയുധങ്ങളില്ലാത്ത വെറും കൈ പ്രയോഗങ്ങൾ അവൾ ആദ്യം പഠിച്ചു. ശത്രുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അടുത്ത നീക്കം മനസ്സിലാക്കാനുള്ള വിദ്യകൾ, മനസ്സിനെ ഒരു തടാകം പോലെ ശാന്തമാക്കി നിർത്താനുള്ള ധ്യാനം, അവളെല്ലാം വളരെ വേഗം സ്വായത്തമാക്കി. മഴക്കാലത്ത് ആർത്തിരമ്പുന്ന മഴയുടെ ശബ്ദത്തിനിടയിലും ഒരു ഉറുമ്പിഴയുന്ന ശബ്ദം കേൾക്കാൻ തക്കവണ്ണം അവളുടെ ശ്രദ്ധ വളർന്നു. മരവാളുകളിൽ നിന്നും അവൾ യഥാർത്ഥ ആയുധങ്ങളിലേക്ക് മാറി. ഇരുമ്പു പരിചകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന തീപ്പൊരികൾ അവളുടെ കണ്ണുകളിൽ പുതിയ വെളിച്ചം നിറച്ചു. ആരോമലിനൊപ്പമായിരുന്നു അവളുടെ പ്രധാന പരിശീലനം. ആദ്യമൊക്കെ അവൻ അവളോടൽപ്പം കരുണ കാണിച്ചു, തൻ്റെ ചെറിയ സഹോദരിയല്ലേ എന്നൊരു വാത്സല്യം. എന്നാൽ അധികം വൈകാതെ അവന് മനസ്സിലായി, ആ പരിശീലനവേദിയിൽ അവളൊരു സഹോദരിയല്ല, പൂർണ്ണയായൊരു പോരാളി മാത്രമാണെന്ന്. അവളുടെ ചുവടുകൾക്ക് പുരുഷന്മാരുടേതുപോലെയുള്ള കനമില്ലായിരുന്നു. പകരം വായുവിൽ ഒഴുകുന്ന ഒരു പരുന്തിനെപ്പോലെ അവൾ പറന്നു നടന്നു. എതിരാളി ശക്തി കൊണ്ട് ആക്രമിക്കുമ്പോൾ അവൾ ബുദ്ധി കൊണ്ടും വേഗത കൊണ്ടും ഒഴിഞ്ഞുമാറി തിരിച്ചടിച്ചു. വാളുകൾ കൂട്ടിമുട്ടുന്ന ആ ശബ്ദം അവൾക്ക് സംഗീതം പോലെയായി മാറി. ഒരിക്കൽ അച്ഛൻ അവളെ ഉറുമിയെടുക്കാൻ അനുവദിച്ചു. ഏറ്റവും അപകടകരമായ ആയുധം. ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ സ്വന്തം ശരീരം മുറിവേൽക്കുന്ന നീളമുള്ള ഇരുമ്പ് നാട. അവൾ ആ ഉരുമയുടെ പിടിയിൽ പിടിച്ചു. അതൊരു പരീക്ഷണമായിരുന്നു. കാറ്റിലൊരു പാമ്പിനെപ്പോലെ അത് പുളഞ്ഞു. ചുറ്റും നിന്ന മുതിർന്ന അഭ്യാസികൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഒരു പെൺകുട്ടി ഉരുമി വീശുന്നത് അവർ ആദ്യമായി കാണുകയായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു. ചുറ്റുമുള്ള ലോകത്തെ അവൾ മറന്നു. കളരിയിലെ തണുപ്പ്, എണ്ണയുടെ ഗന്ധം, ചുറ്റുമുള്ള മനുഷ്യർ എല്ലാം മാഞ്ഞുപോയി. കാറ്റിൻ്റെ ദിശയും സ്വന്തം ഹൃദയമിടിപ്പും മാത്രം അവൾ അറിഞ്ഞു. പെട്ടെന്ന് അവൾ കറങ്ങി. ആ ഉരുമി വായുവിലൊരു വെള്ളിടി പോലെ തിളങ്ങി. ആരുടെ അടുത്തേക്കും അത് വന്നില്ല. അവളുടെ ദേഹത്തൊരിടത്തുപോലും അത് സ്പർശിച്ചില്ല. അതൊരു നൃത്തം പോലെയായിരുന്നു. അങ്ങേയറ്റം അപകടകരമായ, മരണത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു നൃത്തം. ഇരുമ്പുനാട വായുവിൽ തീർത്ത വട്ടങ്ങൾക്കുള്ളിൽ അവൾ പൂർണ്ണമായും സുരക്ഷിതയായിരുന്നു. ആ നിമിഷം അവളൊരു കൊടുങ്കാറ്റായി മാറി. അച്ഛൻ്റെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു തുളുമ്പി. വർഷങ്ങൾ ഒരു പുഴ പോലെ ശബ്ദമില്ലാതെ ഒഴുകിപ്പോയി. മഴയും വെയിലും മാറി മാറി വന്നു. ആ കൊച്ചു പെൺകുട്ടിയിൽ നിന്നും അവൾ വളർന്നു. ഭയമില്ലാത്തവൾ, ഇരുമ്പിനെയും കാറ്റിനെയും പ്രണയിച്ചവൾ. കടത്തനാടിൻ്റെ അഭിമാനമായി അവൾ മാറിത്തുടങ്ങിയിരുന്നു. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നാട് മുഴുവൻ സംസാരമായി. വെളുത്ത നിറവും കാർമേഘം പോലെയുള്ള നീണ്ട മുടിയും ഉറച്ച കാൽവെപ്പുകളുമുള്ള ആ സ്ത്രീരത്നം പുത്തൂരം വീടിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമായി മാറി. കുളക്കടവിലും ക്ഷേത്രമുറ്റത്തും ആളുകൾ അവളെ നോക്കി നിന്നു. അവളുടെ സൗന്ദര്യം ഒരു പൂവ് പോലെയായിരുന്നില്ല, അതൊരു തീജ്വാല പോലെയായിരുന്നു. ദൂരെ നിന്ന് നോക്കാനേ കഴിയൂ. തൊടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അലങ്കാരങ്ങളെക്കാൾ എന്നും അവൾക്ക് പ്രിയം അവളുടെ അരയിലൊരുത്തിച്ചു വെക്കുന്ന ആ ചെറിയ ചുരികയോടായിരുന്നു. പുരുഷന്മാർ സംസാരിക്കുമ്പോൾ തല കുനിച്ചു നിൽക്കുന്ന, ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന പെൺകുട്ടികളെ കണ്ടാണ് അവൾ വളർന്നത്. അത് അന്നത്തെ രീതിയായിരുന്നു. പക്ഷേ അവൾ ആരുടെ മുൻപിലും തല കുനിച്ചില്ല. അവളുടെ നോട്ടം നേരെയായിരുന്നു. സത്യസന്ധവും ഒരു സങ്കോചവുമില്ലാത്തതുമായ നോട്ടം. ആ നോട്ടം നേരിടാൻ പല പുരുഷന്മാർക്കും കഴിഞ്ഞിരുന്നില്ല. ഒരു സായാഹ്നം പരിശീലനം കഴിഞ്ഞ് വിയർത്തു തുടച്ചു നിൽക്കുകയായിരുന്നു അവൾ. മേൽക്കുരയിലൂടെ അരിച്ചിറങ്ങിയ സായാഹ്ന സൂര്യൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് വീണു. അവൾ ആ ചുവന്ന മണ്ണിൽ നിന്നും പടവുകൾ കയറി പുറത്തേക്ക് വന്നു. മുറ്റത്തെ ഇലഞ്ഞിമരത്തിൽ നിന്നും പൂക്കൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അവൾ ദൂരേക്ക് നോക്കി, തറവാടിൻ്റെ വലിയ പടിപ്പുരയ്ക്കപ്പുറത്തേക്ക്. അവൾ ജനിച്ചു വളർന്ന ഈ ലോകം ശാന്തമാണ്, പക്ഷെ പുറത്തുള്ള ലോകം അങ്ങനെയല്ല എന്നവൾക്കറിയാമായിരുന്നു. അവിടെ പല നിയമങ്ങളുമുണ്ട്. പെണ്ണെന്നാൽ എങ്ങനെയോ ആയിരിക്കണം എന്ന ചില നിയമങ്ങൾ. പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ മാറി. ഇലകൾക്കിടയിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. മുറ്റത്തെ മണലിൽ ഒരു ചെറിയ ചുഴി രൂപപ്പെട്ടു. പടിപ്പുരയ്ക്ക് പുറത്ത് വഴിയിലൂടെ ആരോ നടന്നു വരുന്ന ശബ്ദം. അതൊരൊറ്റപ്പെട്ട കാൽവെപ്പായിരുന്നില്ല, ഭാരമുള്ള ഒരുപാട് ആളുകളുടെ കാൽവെപ്പുകൾ. അവരുടെ കണ്ണുകൾ കൂർത്തു. അവരുടെ കൈവിരലുകൾ അറിയാതെ അരയിലെ ചുരികയുടെ പിടിയിലേക്ക് നീണ്ടു. ഒരു വലിയ മാറ്റം ആ പടിപ്പുര കടന്നു വരികയാണെന്ന് ആ നിശബ്ദത അവളോട് മന്ത്രിച്ചിരുന്നു. അവൾ ജനിച്ചു വളർന്ന ഈ വലിയ തറവാടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് അവളെ പറിച്ചു നടാനുള്ള സമയമായോ? ദൂരെ ക്ഷേത്രത്തിലെ ദീപാരാധനയുടെ മണിമുഴക്കം വീണ്ടും കേൾക്കാൻ തുടങ്ങിയിരുന്നു. വളരെ പതുക്കെ.
പടിപ്പുര കടന്നു വന്നത് ശത്രുക്കളായിരുന്നില്ല. ആയുധങ്ങളുടെ ശബ്ദമായിരുന്നില്ല അവിടെ ഉയർന്നത്. മറിച്ച് അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാരമുള്ള ചില കാൽവെപ്പുകളായിരുന്നു. ആറ്റുംമണമമ്മേൽ എന്ന വലിയ തറവാട്ടിലെ കാരണവന്മാരായിരുന്നു അവർ. കടത്തനാട്ടിലെ ഏറ്റവും പ്രതാപമുള്ള സമ്പന്നമായ കുടുംബങ്ങളിലൊന്ന്. മുറ്റത്തെ ഇരുളിലേക്ക് നീണ്ടുവീണ അവരുടെ നിഴലുകൾക്ക് പോലും ഒരുതരം ഗർവുള്ളതായി അവൾക്ക് തോന്നി. അവൾ വരാന്തയിലെ ഇരുണ്ട കൽത്തൂണിൻ്റെ മറവിലേക്ക് മാറി നിന്നു. അവളുടെ വിരലുകൾ അരയിലെ ചുരികയുടെ പിടിയിൽ നിന്നും പതുക്കെ താഴേക്ക് ഊർന്നു വീണു. മുറ്റത്ത് പായി വിരിച്ച് അച്ഛനും കാരണവന്മാരും ഇരുന്നു. വെറ്റില മുറുക്കുന്നതിൻ്റെയും പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരത്തിൻ്റെയും ശബ്ദങ്ങൾ രാത്രിയിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അവർ വന്നിരിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനത്തിനല്ല, ഒരു പെണ്ണ് കാണലിനാണ്. അവളുടെ കഥകൾ കടത്തനാടിൻ്റെ അതിരുകൾ താണ്ടി എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്തിരുന്നു. വാളെടുക്കുന്ന, കാറ്റിനേക്കാൾ വേഗത്തിൽ ചുവടുവെക്കുന്ന പുത്തൂരം വീട്ടിലെ പെൺകുട്ടി. പലർക്കും അതൊരു അത്ഭുതമായിരുന്നു, ചിലർക്ക് ഭയവും. എന്നാൽ ആറ്റുംമണമമ്മേൽ തറവാട്ടുകാർക്ക് പുത്തൂരം വീടുമായുള്ളൊരു ബന്ധം അവരുടെ പ്രതാപം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിരുന്നു. അവളുടെ സൗന്ദര്യം നാടെങ്ങും പാടി പുകഴ്ത്തപ്പെട്ടതായിരുന്നു. ആ സൗന്ദര്യത്തെ, ആ വീര്യത്തെ തങ്ങളുടെ നാലുകെട്ടിനുള്ളിൽ തളച്ചിടാൻ അവർ ആഗ്രഹിച്ചു. സംസാരം അവസാനിച്ചു. അച്ഛൻ്റെ മുഖത്ത് ഒരു തീരുമാനത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്നത് അവളുടെ അച്ഛനും സഹോദരന്മാരുമാണ്. അവളൊരു പോരാളിയായിരിക്കാം, പക്ഷേ ആ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് അവളും വിധേയയായിരുന്നു. താൻ ജനിച്ചു വളർന്ന, തനിക്ക് ജീവൻ നൽകിയ ആ മണ്ണിൽ നിന്നും താൻ പടിയിറങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് കരയാൻ തോന്നിയില്ല. യോദ്ധാക്കൾ കരയാറില്ല. അവർ വിധിയെ ശാന്തമായി സ്വീകരിക്കുകയാണ് പതിവ്. മംഗല്യത്തിൻ്റെ നാൾ വന്നെത്തി. പുത്തൂരം വീട് വലിയൊരു ഉത്സവത്തിനായി ഒരുങ്ങി. വാദ്യമേളങ്ങളും ആളുകളുടെ ബഹളവും ആ വീടിൻ്റെ സ്വാഭാവികമായ അച്ചടക്കത്തെ അല്പനേരത്തേക്ക് ഇല്ലാതാക്കി. അവൾ അണിഞ്ഞൊരുങ്ങി. കനത്ത പട്ടുചേലകൾ അവളെ പൊതിഞ്ഞു. കഴുത്തിലും കൈകളിലും കാതുകളിലും സ്വർണത്തിൻ്റെ ഭാരമുള്ള ആഭരണങ്ങൾ അണിയിക്കപ്പെട്ടു. ആ നിമിഷം ആദ്യമായി അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. കളരിയിൽ കച്ചകെട്ടി നിൽക്കുമ്പോഴുള്ള ആ സ്വാതന്ത്ര്യം ആ പട്ടുചേലകൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. ആഭരണങ്ങളുടെ ഭാരം അവൾക്ക് ചങ്ങലകൾ പോലെയാണ് അനുഭവപ്പെട്ടത്. യാത്ര ചോദിക്കുന്ന നേരം അച്ഛൻ്റെ കാലുകളിൽ തൊട്ടു നമസ്കരിക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു. തൻ്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയെ, തൻ്റെ അഭിമാനത്തെ മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ വേദന ആ അച്ഛനിലുണ്ടായിരുന്നു. ആരോമൽ ഒന്നും മിണ്ടാതെ നിന്നു. ആ മൗനത്തിൽ 1000 വാക്കുകളുണ്ടായിരുന്നു. അവൾ മുറ്റത്തേക്കിറങ്ങി. പല്ലക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലക്കിലേക്ക് കയറുന്നതിന് മുൻപ് അവൾ അവസാനമായി ആ പരിശീലന കേന്ദ്രത്തിലേക്കൊന്ന് നോക്കി. ഇരുളും വെളിച്ചവും ഇടകലർന്ന ആ ചുവന്ന മണ്ണ്, അവളുടെ വിയർപ്പും ചോരയും വീണ ആ ഭൂമി, അവൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ അത് അവളോട് യാത്ര ചോദിച്ചു. പല്ലക്ക് ചുമക്കുന്നവരുടെ താളാത്മകമായ പാട്ടിനൊപ്പം അവൾ പുതിയൊരു ലോകത്തേക്ക് യാത്രയായി. ദൂരേക്ക് പോകുന്തോറും വാദ്യമേളങ്ങളുടെ ശബ്ദം കുറഞ്ഞുവന്നു. അതോടൊപ്പം അവളുടെ പഴയ ജീവിതവും പിന്നിലായി. ആറ്റുംമണമമ്മേൽ തറവാട് അതൊരു വലിയ കോട്ട പോലെയായിരുന്നു. ഉയർന്ന മതിലുകളും കനത്ത വാതിലുകളും. അവിടെ എണ്ണയുടെയും പച്ചമരുന്നുകളുടെയും ഗന്ധമായിരുന്നില്ല. പകരം വില കൂടിയ കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണമായിരുന്നു. അവിടെ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളില്ലായിരുന്നു. മറിച്ച് അടക്കിപ്പിടിച്ച സംസാരങ്ങളും പാത്രങ്ങളുടെ ശബ്ദങ്ങളും മാത്രം. ആ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് അവൾ കാലെടുത്തു വെച്ചു. അവിടുത്തെ സ്ത്രീകൾ അവളെ അത്ഭുതത്തോടെ നോക്കി. പുത്തൂരം വീട്ടിലെ വീരനായികയെ നേരിൽ കാണുന്നതിൻ്റെ കൗതുകം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കൈകളിൽ കണ്ട തഴമ്പുകൾ കണ്ടപ്പോൾ ചിലർ മുഖം ചുളിഞ്ഞു. ഒരു പെൺകുട്ടിയുടെ കൈകൾ ഇത്ര പരുക്കനായിരിക്കരുത് എന്നവർ മന്ത്രിച്ചു. ആ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ അവളുടെ ചെവികളിൽ പതിഞ്ഞു. അവൾ പ്രതികരിച്ചില്ല. അവളൊരു പുതിയ യുദ്ധഭൂമിയിലാണെന്ന് അവൾക്കറിയോ. ആയുധങ്ങൾ കൊണ്ടല്ല, മൗനം കൊണ്ട് പോരാടേണ്ട ഒരു യുദ്ധഭൂമി. അവളുടെ ഭർത്താവ് കുഞ്ഞിരാമൻ കാഴ്ചയിൽ സുന്ദരനായ പ്രതാപമുള്ള ഒരു പുരുഷനായിരുന്നു അദ്ദേഹം. എന്നാൽ ആ വലിയ തറവാട്ടിലെ നിയമങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം മയങ്ങിയിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിലെ തീജ്വാലയെ അദ്ദേഹം ഭയന്നു. ആദ്യ രാത്രിയിൽ മണിയറയുടെ വാതിലടഞ്ഞപ്പോൾ അവർക്കിടയിൽ വലിയൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. അദ്ദേഹം അവളെ നോക്കി. പക്ഷേ അവളുടെ കണ്ണുകളിലെ ആഴം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഭയം ലവലേശമില്ലാത്ത ആ നോട്ടം ഒരു സാധാരണ ഭാര്യയുടേതായിരുന്നില്ല. താനൊരു സിംഹത്തെയാണ് കൂട്ടിലടച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അവളോട് എന്തു പറയണം, എങ്ങനെ പെരുമാറണം എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ അകലം പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ദിവസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും മാറി.
അവളുടെ ജീവിതം ആ നാലുകെട്ടിനുള്ളിൽ ഒതുങ്ങി. അതിരാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ക്ഷേത്രദർശനം നടത്തുക, വീട്ടുജോലികളിൽ ഏർപ്പെടുക, ഇതായിരുന്നു അവിടുത്തെ സ്ത്രീകളുടെ രീതി. ആ പരിമിതികൾക്കുള്ളിൽ അവൾ ശ്വാസം മുട്ടി. അവളുടെ ശരീരം ആയുധങ്ങളുടെ സ്പർശത്തിനായി ദാഹിച്ചു. മെയ് വഴക്കാനുള്ള അവളുടെ പേശികൾ വിശ്രമം കൊണ്ട് മരവിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ചില രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ തൻ്റെ മുറിയിലെ വലിയ മരപ്പെട്ടിയുടെ അടുത്തെത്തും. അതിൻ്റെ ഏറ്റവും അടിയിൽ പട്ടുതുണികൾക്കിടയിൽ അവൾ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പഴയ ചുരിക. അവൾ അത് പുറത്തെടുക്കും. ജനലിലൂടെ വരുന്ന നിലാവിൽ ആ ഇരുമ്പ് തിളങ്ങും. തണുത്ത ആ ലോഹത്തിൽ വിരലോടിക്കുമ്പോൾ മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നിയിരുന്നത്. കാറ്റിൽ വീശിയടിക്കുന്ന ആ പഴയ നാളുകൾ അവളുടെ ഓർമ്മകളിൽ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചു. അവൾ ആ ചുരിക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി മണിക്കൂറുകളോളം ഇരിക്കും. അവൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ തനിച്ചു പുറത്തു പോകുന്നത് ആ കുടുംബത്തിൻ്റെ അന്തസ്സിന് കുറവായാണ് അവർ കണ്ടത്. പല്ലക്കിലോ അല്ലെങ്കിൽ കാവൽക്കാരുടെ അകമ്പടിയോടെയോ അല്ലാതെ ആ വീടിൻ്റെ പടിപ്പുര കടക്കാൻ അവിടുത്തെ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അവളുടെ ലോകം ആ വലിയ മതിലുകൾക്കുള്ളിൽ ചുരുങ്ങി. അവളുടെ ഭർത്താവ് പലപ്പോഴും അവളെ ദൂരെ നിന്ന് നോക്കി നിൽക്കുമായിരുന്നു. അവളുടെ ഉള്ളിലെ സങ്കടം അദ്ദേഹം കണ്ടു. പക്ഷേ ആ പാരമ്പര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് അവളെ സ്വതന്ത്രയാക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. അവളുടെ മൗനം അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി. അവർക്കിടയിൽ വാക്കുകൾ കുറഞ്ഞു വന്നു. ഒരു വലിയ തടാകത്തിൻ്റെ രണ്ട് കരകളിൽ നിൽക്കുന്നവരെ പോലെ അവർ ജീവിച്ചു. മഴക്കാലം മാറി വേനൽക്കാലം വന്നു. കാറ്റിൽ ഉണങ്ങിയ ഇലകളുടെ ഗന്ധം പരന്നു. ദൂരെ കാടുകളിൽ നിന്നുള്ള കാറ്റ് ആ വലിയ വീടിൻ്റെ ജനലുകളിലൂടെ അകത്തേക്ക് വന്നു. ആ കാറ്റിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ ഗന്ധം. ദൂരെ മലനിരകൾക്കപ്പുറത്തുള്ള അയ്യപ്പൻ കാവിൽ ഉത്സവം തുടങ്ങുന്ന സമയമായി എന്നാ കാറ്റ് അവളോട് മന്ത്രിച്ചു. എല്ലാ വർഷവും കാട്ടുപാതകളിലൂടെ നടന്ന് ആ ക്ഷേത്രത്തിൽ പോകുന്നവളായിരുന്നു അവൾ. ആ യാത്ര ഒരു തീർത്ഥാടനം മാത്രമായിരുന്നില്ല, മറിച്ച് പ്രകൃതിയുമായുള്ള തന്നോട് തന്നെയുള്ള ഒരു സംവാദമായിരുന്നു. അവൾ ജനലരികിൽ നിന്നു. പുറത്ത് വിശാലമായ ഭൂമി പരന്നുകിടക്കുന്നു. ഇരുണ്ട പച്ചനിറമുള്ള കാടുകൾ അവളെ മാടി വിളിക്കുന്നതുപോലെ തോന്നി. അവളുടെ കണ്ണുകളിൽ പതിയെ ഒരു മാറ്റം വരാൻ തുടങ്ങി. നാളുകളായി ഉറങ്ങിക്കിടന്ന ആ പഴയ പോരാളി ഉണരുകയായിരുന്നു. ഇരുമ്പു ചങ്ങലകൾ പൊട്ടിക്കാൻ തക്കവണ്ണം അവളുടെ ഉള്ളിലെത്തി ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. ദൂരെ എവിടെയോ വലിയൊരു ഇടിമുഴക്കം കേട്ടു. കാറ്റ് ശക്തിയായി വീശി. മുറിയിലെ നിലവിളക്കിലെ നാളം ആടിയുലഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നു. അവളുടെ കാൽവെപ്പുകൾക്ക് ഇപ്പോൾ ആ പഴയ ഭാരമില്ലായിരുന്നു. കുഴിമണ്ണിൽ പരിശീലിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഉറപ്പും കൃത്യതയും ആ ചുവടുകളിൽ തിരികെ വന്നു. അവൾ തൻ്റെ മരപ്പെട്ടിയുടെ അടുത്തിലെത്തി. എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. കാത്തിരുന്ന ഒരു നിമിഷം വന്നെത്തിയിരിക്കുന്നു. വെറുമൊരു ഭാര്യയായി ഒതുങ്ങിക്കൂടാൻ അവൾ ഇനി തയ്യാറല്ലായിരുന്നു. ആ അടഞ്ഞ വാതിലുകൾക്ക് അവളെ തടഞ്ഞു നിർത്താനാവില്ല. പുറത്ത് കാറ്റിൻ്റെ ശബ്ദം കൂടി വന്നു. അതോടൊപ്പം അവളുടെ ഉള്ളിലെ കൊടുങ്കാറ്റും. മരപ്പെട്ടിയുടെ മൂടി അവൾ പതുക്കെ തുറന്നു. നാളുകൾക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ആയുധത്തിന്റെ തണുപ്പ് മുറിയിലാകെ പടരുന്നതുപോലെ തോന്നി. പട്ടുതുണികൾക്കിടയിൽ ഉറങ്ങിക്കിടന്ന ആ ചെറിയ ചുരിക അവരുടെ കൈകളിലേക്ക് വന്നപ്പോൾ ഒരു ജീവൻ തിരികെ കിട്ടിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. വിരലുകൾ കൊണ്ട് അതിലെ പൊടി തുടച്ചു മാറ്റുമ്പോൾ അവളുടെ കണ്ണുകളിൽ പഴയൊരു തീക്ഷ്ണത തിരികെ വന്നിരുന്നു. ഇനി ആ നാലുകെട്ടിന്റെ ഇരുട്ടിൽ ശ്വാസം മുട്ടിക്കഴിയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ആറ്റുമ്മണമേൽ തറവാട് പതിവ് പോലെ ഉണർന്നു. ജോലിക്കാരുടെ തിരക്കും അടക്കിപ്പിടിച്ച സംസാരങ്ങളും തുടങ്ങിയിരുന്നു. കുഞ്ഞിരാമൻ പൂമുഖത്തിരിക്കുകയായിരുന്നു. പുറത്ത് നേരിയ മഞ്ഞുണ്ട്. പെട്ടെന്ന് ആ മുറ്റത്തേക്ക് അവൾ ഇറങ്ങി വന്നു. അവളുടെ വരവിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. അലസമായോ അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയെയോ പോലെയല്ല അവൾ നടന്നു വന്നത്. തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കത്തോടെ ഓരോ ചുവടിലും ഉറപ്പോടെ അവൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞിരാവൻ അവളെ കൗതുകത്തോടെയും അല്പം ആശങ്കയോടെയും നോക്കി. ഇത്രയും നാൾ കണ്ട മൗനിയായ ഭാര്യയായിരുന്നില്ല അവളിപ്പോൾ. എനിക്ക് അല്ലിമലർ കാവിലേക്ക് പോകണം, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം പതുക്കെയെങ്കിലും ഉറച്ചതായിരുന്നു. ആ വീട്ടിൽ ഒരു സ്ത്രീയും ഇത്രയും നിർബന്ധത്തോടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. കുഞ്ഞിരാമൻ ഞെട്ടിപ്പോയി. അല്ലിമലർ കാവിലേക്കോ? ഈ സമയത്തോ? അദ്ദേഹം ചോദിച്ചു. അതെ, ഉത്സവം തുടങ്ങാറായി. എനിക്കവിടെ പോയി തൊഴണം, അവൾ മറുപടി നൽകി. അത് സാധ്യമല്ല ഉണ്ണിയാർച്ചേ. അദ്ദേഹം അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ വഴി അത്ര നല്ലതല്ല, കാട്ടുപാതയാണ്. മാത്രമല്ല ഇപ്പോൾ അവിടെ നാദാപുരം ദേശക്കാരുടെ ശല്യമുണ്ട്. അവരാർക്കും വഴി കൊടുക്കാറില്ല. സ്ത്രീകളാണെങ്കിൽ പറയുകയും വേണ്ട. പോരാത്തതിന് നമ്മുടെ തറവാട്ടിലെ സ്ത്രീകൾ അങ്ങനെ കാൽനടയായി അമ്പലത്തിൽ പോകുന്ന പതിവില്ല. പതിവുകൾ എനിക്കറിയാം, പക്ഷേ എനിക്ക് പോകണം. പല്ലക്കിലല്ല, നടന്നു തന്നെ പോകണം. അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു. നീ എന്താണീ പറയുന്നത്? ആ വഴിയിൽ ചന്തുവും കൂട്ടരും കാവൽ നിൽപ്പുണ്ട്. അവർ വളരെ അപകടകാരികളാണ്.
പുരുഷന്മാർ പോലും ആ വഴി പോകാൻ ഭയക്കുന്നു. ഞാൻ നിന്നെ വിടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അധികാരത്തെക്കാൾ ഉപരി ഭയമായിരുന്നു. ഭയം എന്നെ പഠിപ്പിച്ചിട്ടില്ല, അവൾ ശാന്തമായി പറഞ്ഞു. ആര് തടഞ്ഞാലും ഞാൻ പോകും. ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ കൂടെ വരുന്നുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഞാൻ തനിച്ചു പോകും. അവളുടെ വാക്കുകൾ ഒരസ്ത്രം പോലെയാണ് ആ പൂമുഖത്ത് വീണത്. കുഞ്ഞിരാമന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവളെ തടയാൻ തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു. ആറ്റുമണമ്മേൽ തറവാട്ടിലെ കാരണവന്മാർ ഇതറിഞ്ഞാൽ എന്തു പറയും? നാദാപുരത്തെ ചന്തുവിനെയും കൂട്ടരെയും എങ്ങനെ നേരിടും? യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവൾ തന്റെ മുറിയിൽ പോയി കച്ചകെട്ടി. വലിയ പട്ടുസാരിക്ക് പകരം നടക്കാൻ സൗകര്യമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചു. അരയിൽ ആരുമറിയാതെ അവൾ ആ ചുരിക ഒളിപ്പിച്ചു വെച്ചു. മുടി മുറുകെ കെട്ടിവെച്ചു. കണ്ണുകളിൽ വീണ്ടും ആ പഴയ യോദ്ധാവിന്റെ ജാഗ്രത വന്നു നിറഞ്ഞു. കുഞ്ഞിരാമൻ വളരെ പരിഭ്രാന്തനായിരുന്നു. അദ്ദേഹം ഒരു വടിയും പിടിച്ച് അവൾക്ക് പിന്നാലെ നടന്നു. ആറ്റുമണമ്മേൽ വീടിന്റെ പടിപ്പുര കടക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം പുറത്തെ കാറ്റ് അവളുടെ മുഖത്ത് തഴുകി. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ ശ്വാസം അവൾ ഉള്ളിലേക്ക് വലിച്ചു. അവർ നടന്നു തുടങ്ങി. ഗ്രാമവഴികൾ പിന്നിട്ട് അവർ കാട്ടുപാതയിലേക്ക് പ്രവേശിച്ചു. വലിയ മരങ്ങൾ ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടുങ്ങിയ വഴി. മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം വളരെ കഷ്ടപ്പെട്ടാണ് താഴേക്ക് വന്നിരുന്നത്. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. കുഞ്ഞിരാമൻ ഭയത്തോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ ശബ്ദവും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. എന്നാൽ അവൾ ശാന്തയായിരുന്നു. കാടിന്റെ ഭാഷ അവൾക്കറിയാമായിരുന്നു. കാറ്റിന്റെ ദിശയും പക്ഷികളുടെ ശബ്ദവും മരങ്ങളുടെ അനക്കവും അവൾ ശ്രദ്ധിച്ചു. അവളൊരു വേട്ടക്കാരിയെപ്പോലെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവളുടെ കാൽവെപ്പുകൾ നിശ്ചലമായി. കുഞ്ഞിരാമൻ പിന്നിൽ കിതച്ചുകൊണ്ട് നിന്നു. എന്തുപറ്റി? അദ്ദേഹം ഭയത്തോടെ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ മുന്നിലുള്ള ഇരുണ്ട പാതയിലേക്ക് ഉറ്റുനോക്കി. വലതുകൈ പതുക്കെ അരയിലെ ചുരികയുടെ പിടിയിലേക്ക് നീണ്ടു. കാറ്റ് പൂർണ്ണമായും നിന്നുപോയി. കാട്ടിലെ പ്രാണികളുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. ഒരു ഭയാനകമായ നിശബ്ദത അവിടെ നിറഞ്ഞു. മുന്നിലെ വളവിൽ മരങ്ങൾക്കിടയിൽ നിന്നും ചില നിഴലുകൾ ഇളകുന്നത് അവൾ കണ്ടു. അവൾ മുന്നോട്ട് നടന്നു, ഒരു ഭയവുമില്ലാതെ. ദൂരെ നിന്നും ഒരു ചിരിയുടെ ശബ്ദം കാറ്റിലൊഴുകിയെത്തി. പരിഹാസം നിറഞ്ഞ ഒരു ചിരി. അവരുടെ കണ്ണുകൾ ഒന്നുകൂടി കൂർത്തു. കാത്തിരുന്ന യുദ്ധം മുന്നിലെത്തിയിരിക്കുന്നു. വെളിച്ചം കുറഞ്ഞ ആ കാട്ടുപാതയിൽ അവളുടെ ചുരികയുടെ അരുമ്പ് ആദ്യമായി വെളിച്ചം കാണാൻ പോകുന്നു. ചെറിയൊരു കാറ്റ് വീണ്ടും വീശിത്തുടങ്ങി. ഉണങ്ങിയ ഇലകൾ പറന്നകന്നു. അവൾ വലതുകാൽ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അണുവിട പിഴയ്ക്കാത്ത ഒരു യോദ്ധാവിന്റെ ചുവട്. മരങ്ങൾക്കിടയിലെ ഇരുളിൽ നിന്നും ആ പരിഹാസച്ചിരി ഒരു വിഷപ്പാമ്പിനെ പോലെ ഇഴഞ്ഞെത്തി. പിന്നിൽ നിന്നിരുന്ന കുഞ്ഞിരാമന്റെ ശ്വാസം വേഗത്തിലാകുന്നത് അവൾ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ അടർക്കളത്തിൽ വളർന്നവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഇരുണ്ട പച്ചപ്പണിഞ്ഞ ആ കാനനപാതയിലെ ഉണങ്ങിയ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദത്തോടെ ആ നിഴലുകൾ വെളിച്ചത്തിലേക്ക് കാലെടുത്തു വെച്ചു. നാദാപുരം ദേശത്തെ ഭയപ്പെടുത്തിയിരുന്ന 10ഓളം വരുന്ന ചട്ടന്തികൾ, അഹങ്കാരവും ക്രൂരതയും മുഖത്ത് നിഴലിക്കുന്ന ചോരയുടെ ഗന്ധമുള്ള മനുഷ്യർ. അവരുടെ തലവൻ അഹങ്കാരിയായ ചന്തു മുന്നോട്ടു വന്നു. നടപ്പുവഴി പൂർണ്ണമായി മടച്ചു നിന്നുകൊണ്ട് അവൻ അവരെ നോക്കി. കയ്യിൽ ഇരുമ്പാണികൾ തറച്ച വടികളും അഴുക്കുപുരണ്ട വാളുകളുമായി നിൽക്കുന്ന അവർക്ക് ഒരു പെണ്ണും പേടിച്ചിരണ്ട ഒരു പുരുഷനും മാത്രമുള്ള ആ ചെറിയ സംഘം വെറുമൊരു ഇര മാത്രമായിരുന്നു. അവരുടെ കണ്ണുകളിൽ കാമവും അത്യാഗ്രഹവും ഒരുപോലെ തിളങ്ങി. കാടിന്റെ വന്യതയേക്കാൾ ഭയാനകമായിരുന്നു ആ മനുഷ്യരുടെ നോട്ടം. കുഞ്ഞിരാമൻ ഭയന്ന് 2 അടി പിന്നോട്ടു മാറി. ആ വലിയ തറവാട്ടിലെ പ്രതാപിയായ നാഥൻ അവിടെ വെറും ജീവനു വേണ്ടി യാചിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമായി ചുരുങ്ങി. നെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ ഊർന്നു വീഴുന്നത് അദ്ദേഹം പോലും അറിഞ്ഞില്ല. ചന്തുവിന്റെ ചുണ്ടിൽ വീണ്ടും ആ പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു. അവൻ തന്റെ കയ്യിലെ വടി നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി. വഴിതെറ്റി വന്നതാണോ, അതോ അറിഞ്ഞുകൊണ്ട് മരണത്തിന്റെ വായിലേക്ക് നടന്നു വന്നതാണോ? അവന്റെ ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. ചുറ്റും നിന്നവർ മൃഗങ്ങളെപ്പോലെ ഉറക്കെ ചിരിച്ചു. ഈ വഴി പോകണമെങ്കിൽ ഞങ്ങൾക്കൊരു ചുങ്കം തരണം. ആ കഴുത്തിലെയും കൈകളിലെയും സ്വർണമൊക്കെ പതുക്കെ ഊരി ഇവിടെ വെച്ചോ. പിന്നെ അവനൊന്ന് നിർത്തി. അവളുടെ മുഖത്തേക്ക് കാമത്തോടെ നോക്കി. ഈ സുന്ദരിയെ കുറച്ചുനേരം ഞങ്ങൾക്ക് വേണം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. ആ വാക്കുകൾ കാറ്റിലൊരു അശ്ലീലം പോലെ പടർന്നു. കുഞ്ഞിരാമൻ പരിഭ്രാന്തിയോടെ ഭാര്യയെ നോക്കി. അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടിരുന്നു. അവർ ചോദിക്കുന്നത് കൊടുത്തേക്ക്, നമുക്ക് ജീവനോടെ മടങ്ങാമല്ലോ, അദ്ദേഹം പതുക്കെ മന്ത്രിച്ചു. ആ ശബ്ദത്തിൽ കരച്ചിൽ കലർന്നിരുന്നു. പാരമ്പര്യത്തിന്റെ വലിയ കോട്ടയ്ക്കുള്ളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന ആ ഭർത്താവ് ഭയത്തിന്റെ മുന്നിൽ പൂർണ്ണമായും തകർന്നുപോയിരുന്നു. എന്നാൽ ഭയമില്ലാതെ നടന്നവൾക്ക് അതൊരു തമാശയായാണ് തോന്നിയത്.
അവളുടെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. ആ ചുവന്ന മണ്ണിന്റെ അച്ചടക്കത്തിൽ തഴമ്പിച്ച പാദങ്ങൾ ഭൂമിയിൽ ഒന്നുകൂടി ഉറപ്പിച്ചു. കാടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ല. പകരം ആ ക്രൂരന്മാരുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അവിടെ ഒരു സ്ത്രീയുടെ നിസ്സഹായത അവർ പ്രതീക്ഷിച്ചു. പക്ഷെ കണ്ടത് ഒരു സിംഹത്തിന്റെ ശാന്തതയായിരുന്നു. വഴി മാറി നിൽക്കുക. അവളുടെ ശബ്ദം കാട്ടിലെ ഒരു അരുവി പോലെ ശാന്തമായിരുന്നു. എന്നാൽ അതിലൊരു കൊടുങ്കാട്ടിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ചോര കൊണ്ട് ഈ വഴി ചുവക്കും. ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവർ സ്തംഭിച്ചുപോയി. ഒരു സ്ത്രീ തങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അവർ ആദ്യമായി കാണുകയായിരുന്നു. പെട്ടെന്ന് ചന്തുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തന്റെ അധികാരം ഒരു പെണ്ണിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വലിയൊരു അലർച്ചയുടെ അവൾക്കു നേരെ കുതിച്ചു വന്നു. അവന്റെ കയ്യിലെ ഭാരമുള്ള ഇരുമ്പുപടി വായുവിൽ ഉയർന്നു. അത് അവളുടെ തല ലക്ഷ്യമാക്കി അതിവേഗം താഴേക്ക് പതിച്ചു. കുഞ്ഞിരാമൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ അവൾക്ക് സമയം അവിടെ വളരെ പതുക്കെയായി അനുഭവപ്പെട്ടു. മരച്ചില്ലകളിൽ നിന്നും ഒരു ഉണങ്ങിയ ഇല താഴേക്ക് വീഴുന്നതിന്റെ വേഗതയിൽ അവൾ ആ ആക്രമണത്തെ കണ്ടു. എതിരാളിയുടെ കാൽവെപ്പിലെ പിഴവും അവന്റെ കണ്ണുകളിലെ അന്ധമായ കോപവും അവൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി. ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് വലിച്ച് ശരീരം കാറ്റിലുലയുന്ന ഒരു മുളന്തണ്ട് പോലെ അല്പം താഴ്ത്തി. അവളുടെ വലതു കൈ അതിവേഗം അരയിലെ പട്ടുതുണിക്ക് താഴേക്ക് നീണ്ടു. ഇരുമ്പുറയിൽ നിന്നും ഊരിപ്പോരുന്ന ആ നേരിയ ശബ്ദം. കാത്തിരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ആ ചെറിയ ചുരിക പുറത്തേക്ക് വന്നു. ഇരുമ്പും കൂട്ടിമുട്ടുന്ന വലിയൊരു ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. ചന്തുവന്റെ ആഞ്ഞുള്ള അടി വെറുമൊരു നിഴൽ പോലെ അവൾ തന്റെ ചുരികയുടെ തടികൊണ്ടുള്ള പിടിയിൽ തടുത്തു നിർത്തി. ചിതറിയ തീപ്പൊരികൾക്കിടയിലൂടെ അവൾ അവനെ നോക്കി. ആ നോട്ടത്തിൽ യാതൊരു ദയയും ഉണ്ടായിരുന്നില്ല. അവളുടെ കൈകളിലെ ആയുധം വെറുമൊരു ലോഹമായിരുന്നില്ല. അതവളുടെ ആത്മാവിന്റെ ഒരു ഭാഗമായിരുന്നു. ഒരു ചെറിയ വിറയൽ പോലും ആ കൈകളിലുണ്ടായിരുന്നില്ല. ഭാരമുള്ള ഇരുമ്പുവടി അവളുടെ ചെറിയ ചുരികയ്ക്ക് മുന്നിൽ വഴിമുട്ടി നിന്നു. വളരെ ലാഘവത്തോടെ അവൾ ആ ആക്രമണത്തെ വഴിതിരിച്ചുവിട്ടു. എന്നിട്ട് ഒരു നർത്തകിയെപ്പോലെ വായുവിൽ പകുതി കറങ്ങി ചുരികയുടെ പിടി തിരിച്ചുവെച്ച് അവന്റെ നെഞ്ചിന്റെ വലതുഭാഗത്ത് കൃത്യമായൊരു ഇടി കൊടുത്തു. ആ പ്രഹരത്തിന്റെ വേഗതയോ ശക്തിയോ അവൻ അളക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ മരം കടപുഴകി വീഴുന്നതുപോലെ അവൻ വേദന കൊണ്ട് പിന്നോട്ട് വേച്ചുപോയി നിലത്തെ പൊടിമണ്ണിലേക്ക് വീണു. അവിടെ നിന്ന മറ്റുള്ളവർ ഞെട്ടലോടെ ആ കാഴ്ച കണ്ടു. ആ സ്ത്രീയുടെ വേഗത അവരുടെ കണ്ണുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ശ്വാസം പോലും എടുക്കാതെ ഒരു തുള്ളി വിയർപ്പില്ലാതെ അവൾ ശാന്തമായി നിൽക്കുന്നത് കണ്ട് അവർ ഭയന്നു തുടങ്ങി. കാട്ടിൽ വീണ്ടും ഇലകൾ ഞെരിഞ്ഞമർന്നു. കാട്ടുപക്ഷികൾ ഭയന്ന് ആകാശത്തേക്ക് പറന്നുയർന്നു. ചുറ്റും നിന്ന ശത്രുക്കൾ തങ്ങളുടെ ആയുധങ്ങൾ മുറുകെ പിടിച്ചു. ഇതൊരു സാധാരണ സ്ത്രീയല്ലെന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഇരുണ്ട പച്ചപ്പ് നിറഞ്ഞ പാത ഇപ്പോൾ ഒരു മരണത്തിന്റെ വേദിയായി മാറിയിരിക്കുന്നു. കുഞ്ഞിരാമൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ മുന്നിൽ ശത്രു നിലത്ത് വീണു കിടക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചുരിക താഴ്ത്തിപ്പിടിച്ച് ശാന്തമായി നിന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായും സാധാരണ നിലയിലായിരുന്നു. എതിരാളികളുടെ കണ്ണുകളിലെ ഭയം അവൾ ആസ്വദിച്ചു. പതുക്കെ അവൾ തന്റെ ചുരികയുടെ മൂർച്ചയുള്ള വശം അവരുടെ നേരെ തിരിച്ചു. അവളുടെ ഓരോ പേശിയും അടുത്ത നീക്കത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ വന്ന ഒരു നേരിയ സൂര്യപ്രകാശം ആ ചുരികയുടെ തുമ്പിൽ വന്നു വീണു. വെള്ളിത്തിളക്കമുള്ള ഒരു മരണദൂതനെപ്പോലെ അത് തിളങ്ങി. നിലത്തുനിന്നും എഴുന്നേറ്റ ചന്തുവിന്റെ കണ്ണ് പ്രതികാരത്താൽ ജ്വലിച്ചു. അവൻ മറ്റുള്ളവരോടൊന്നിച്ചാക്രമിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ കൂട്ടമായി അവൾക്കു നേരെ പാഞ്ഞെടുത്തു. കാറ്റിന്റെ ഗതി മാറി. കാട്ടുചെടികളുടെ ഇലകൾ നിശ്ചലമായി. അവൾ കാത്തിരുന്നതും അതിനുവേണ്ടി തന്നെയായിരുന്നു. അവളുടെ വിരലുകൾ ആയുധത്തിന്റെ പിടിയിൽ ഒന്നുകൂടി മുറുകി. അടുത്ത നിമിഷത്തിനായി കാത്തുനിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം ശാന്തതയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനു മുൻപുള്ള ആഴമേറിയ ശാന്തത. നാലുപാടു നിന്നും അവർ പാഞ്ഞെടുത്തു. മരങ്ങൾക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ വന്യമൃഗങ്ങളെപ്പോലെ അവർ കുതിച്ചു വന്നു. അവരുടെ ചുവടുകളിൽ യാതൊരു അച്ചടക്കവും ഉണ്ടായിരുന്നില്ല. പകരം അവിടെ കോപവും അന്ധമായ പ്രതികാരവും മാത്രമായിരുന്നു. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് തുരുമ്പെടുത്ത വാളുകളും ഭാരമുള്ള ഇരുമ്പുവടികളും അവൾക്ക് നേരെ ഉയർന്നു. അവിടെ മരണം പല രൂപത്തിൽ ഒരേ സമയം പാഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആ നിമിഷം അവൾക്ക് ചുറ്റുമുള്ള ലോകം വളരെ പതുക്കെയായി അനുഭവപ്പെട്ടു. ഭയത്തിന്റെ ഒരു നേരിയ നിഴൽ പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. കണ്ണുകൾ അല്പം പാതി അടച്ച് അവൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ആ ചുവന്ന അഭ്യാസഭൂമിയിൽ പുലർച്ചകളിലെ മഞ്ഞിൽ ഗുരുവായിരുന്ന അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ അവളുടെ സിരകളിൽ ഉണർന്നു. വായുവിന്റെ നേരിയ ചലനം പോലും അവളുടെ ചർമ്മം തിരിച്ചറിഞ്ഞു. ഏതു കോണിൽ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് ആ കാൽവെപ്പുകളുടെ ശബ്ദത്തിൽ നിന്നു തന്നെ അവൾ അളന്നെടുത്തു. ആദ്യത്തെ ശത്രുവിന്റെ വാൾ അവളുടെ നെറ്റിത്തടം ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. അവൾ ഭയന്ന് പിന്നോട്ട് മാറിയില്ല. പകരം വളരെ ലാഘവത്തോടെ കാറ്റിലുലയുന്ന ഒരു മുളന്തണ്ടുപോലെ അവൾ വലത്തുകാൽ അല്പം ചരിഞ്ഞുവെച്ചു.
വായുവിലൊരു വെള്ളി വര പോലെ അവളുടെ ചുരിക തിളങ്ങി. ശത്രുവിന്റെ ആയുധം അവളുടെ ദേഹത്ത് തൊട്ടില്ല. പകരം അവന്റെ വാളിന്റെ പരന്ന വശത്ത് അവളുടെ ചുരിക കൃത്യമായി വന്നിടിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആഘാതം കാട്ടിൽ മുഴങ്ങി. അവന്റെ കയ്യിൽ നിന്നും വാൾ തെറിച്ചുപോയി. അവൻ എന്തെങ്കിലും തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ചുരികയുടെ മരപ്പിടി കൊണ്ട് അവന്റെ കഴുത്തിലെ ഞരമ്പിൽ അവൾ പതുക്കെ ഒന്നിടിച്ചു. ഒച്ചയുണ്ടാക്കാൻ പോലും ആകാതെ അവൻ ഉണങ്ങിയ ഇലകളിലേക്ക് വീണു. അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത രണ്ടുപേർ ഇരുവശങ്ങളിൽ നിന്നുമായി ആക്രമിച്ചു. അവരുടെ ആക്രമണങ്ങളെ നേരിടാൻ അവൾ ബലം പ്രയോഗിച്ചില്ല. കാറ്റിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ലല്ലോ. പകരം ശത്രുക്കളുടെ ശക്തിയെ അവർക്കെതിരെ തന്നെ തിരിച്ചുവിടുക എന്ന തന്ത്രമായിരുന്നു അവൾ പ്രയോഗിച്ചത്. വട്ടത്തിൽ ചുവടുവെച്ച് അവൾ അവരെ നേരിട്ടു. ഒരുവന്റെ വടിക്ക് താഴെ കൂടി ഊളിയിട്ടിറങ്ങി അവളുടെ ഇടതുകാൽ അവന്റെ കാൽമുട്ടിന് പിന്നിൽ ശക്തിയായി തട്ടി. അവൻ മുൻപോട്ട് വേയിച്ചുപോയ നിമിഷത്തിൽ രണ്ടാമന്റെ വാൾ അവൾ തടുത്തു നിർത്തി. അവളുടെ ചലനങ്ങൾക്കൊരു പ്രത്യേക താളമുണ്ടായിരുന്നു. ആ താളം അത്രമേൽ മനോഹരവും എന്നാൽ അങ്ങേയറ്റം അപകടകരവുമായിരുന്നു. ആയുധങ്ങൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന തീപ്പൊരികൾ കാട്ടിനുള്ളിലെ ഇരുട്ടിൽ ചെറിയ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിമറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, വെറുപ്പോ പകയോ ഇല്ലായിരുന്നു. ഒരു യോദ്ധാവ് തന്റെ കർമ്മം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഏകാഗ്രത മാത്രം. വിയർപ്പുതുള്ളികൾ ആ മുഖത്ത് പൊടിഞ്ഞിരുന്നില്ല. ഓരോ ചുവടും അളന്നു മുറിച്ചതായിരുന്നു. അധികമുള്ള ഒരൊറ്റ അനക്കം പോലുമില്ല. എതിരാളിയുടെ കണ്ണുകളിലെ ചലനങ്ങളിൽ നിന്നും അവരുടെ അടുത്ത നീക്കം അവൾ മുൻകൂട്ടി കണ്ടു. പരിശീലനത്തിന്റെ ആ നീണ്ട വർഷങ്ങൾ അവളുടെ ശരീരത്തെ ഇരുമ്പുപോലെ ഉറപ്പുള്ളതും എന്നാൽ ജലം പോലെ വഴക്കമുള്ളതുമാക്കി മാറ്റിയിരുന്നു. അല്പം മാറി ഒരു വലിയ മരത്തിന്റെ മറവിൽ നിന്ന് ഇതൊക്കെ കാണുകയായിരുന്ന കുഞ്ഞിരാമന്റെ ശ്വാസം നിലച്ചുപോയി. തന്റെ വീട്ടിനുള്ളിൽ തലകുനിച്ച് ശബ്ദം താഴ്ത്തി സംസാരിച്ചിരുന്ന ആ സാധാരണ സ്ത്രീയല്ല അവിടെ നിൽക്കുന്നത്. ഇതൊരു പുതിയ രൂപമാണ്, ഒരു ദേവിയുടെ രൗദ്രഭാവം. എന്നാൽ ആ രൗദ്രത്തിലും ഒരു വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. ആ ചുവടുകളുടെ വേഗതയോ അവളുടെ കൈകളുടെ ചലനമോ അവളുടെ കണ്ണുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ഇത്രയും കാലം ഒരു കൊടുങ്കാറ്റിനെയാണ് വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടാൻ ശ്രമിച്ചതെന്ന സത്യം അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി. തന്റെ കൂട്ടാളികൾ ഓരോരുത്തരായി നിലം പതിക്കുന്നത് കണ്ട് ചന്തുവിന് സമനില തെറ്റി. അവന്റെ അഹങ്കാരം പൂർണ്ണമായും തകർന്നിരുന്നു. ഒരു പെണ്ണിനോട് തോൽക്കുക എന്നത് ആ നാടൻ ചട്ടമ്പിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ അവസാനത്തെ ശ്രമമെന്ന നിലയിൽ ഒളിച്ചുവച്ചിരുന്ന വലിയൊരു കുന്തവുമായി അവൾക്കുനേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. ആ അലർച്ചയിൽ അവന്റെ ഭയവും നിസ്സഹായതയും വ്യക്തമായിരുന്നു. അവൾ അവനെ നോക്കി. ആ നോട്ടത്തിൽ യാതൊരു ദയയും ഉണ്ടായിരുന്നില്ല. കാട്ടുപാതയിലെ മണലിൽ അവളുടെ ഇടതുകാൽ ഒന്നുകൂടി ഉറപ്പിച്ചു. കുന്തം അവളുടെ നെഞ്ചിലേക്കെത്തുന്നതിന് ഒരു നിമിഷം മുൻപ് അവൾ അവിശ്വസനീയമായ വേഗത്തിൽ താഴേക്ക് കുനിഞ്ഞു. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് കുന്തം അവളുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയി. അപ്പം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ ചുരിക മുകളിലേക്ക് ഉയർന്നു. അവൾ അവനെ വെട്ടി പരിക്കേൽപ്പിച്ചില്ല. കാരണം വെറുമൊരു ചോരപ്പുഴ ഒഴുതുന്നതിൽ അവൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. പകരം ഇരുമ്പിന്റെ പിടികൊണ്ട് അവന്റെ നെഞ്ചിലെ മർമ്മത്തിൽ അവൾ ശക്തമായി പ്രഹരിച്ചു. ഒരു നിമിഷം ആ കാട് പൂർണ്ണമായും നിശബ്ദമായി. ശ്വാസം കിട്ടാതെ അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കൈകളിൽ നിന്നും ആയുധം വഴുതി വീണു. വലിയൊരു മരം കടപുഴകി വീഴുന്ന ശബ്ദത്തോടെ അവൻ ആ മണ്ണിലേക്ക് വീണു. പൊടിപുടലങ്ങൾ പതുക്കെ അടങ്ങി. ഇലകളിൽ തട്ടിനിന്ന കാറ്റ് വീണ്ടും ഒഴുകിത്തുടങ്ങി. ആ ഇടുങ്ങിയ പാതയിൽ ഇപ്പോൾ കാലുറപ്പിച്ചു നിൽക്കുന്നത് അവൾ മാത്രമാണ്. ചുറ്റും അഹങ്കാരം തകർന്നടിഞ്ഞ മനുഷ്യർ വേദന കൊണ്ട് ഞരങ്ങുന്നു. ചോര ഒഴുകാതെ തന്നെ ശത്രുക്കളുടെ വീര്യം അവൾ എന്നേക്കുമായി കെടുത്തിക്കളഞ്ഞിരുന്നു. തങ്ങളുടെ ജീവൻ തിരികെ കിട്ടിയത് അവളുടെ കാരുണ്യം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. ആരും എഴുന്നേൽക്കാൻ ധൈര്യപ്പെട്ടില്ല. അവളുടെ കാൽക്കീഴിൽ ആ അഹങ്കാരികൾ പൂർണ്ണമായും കീഴടങ്ങിയിരുന്നു. അവൾ ദീർഘമായി ഒന്നുകൂടി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പുറത്തേക്ക് വിട്ടു. ചുരികയുടെ ഇരുമ്പിൽ പുരണ്ട നേരിയ പൊടി അവൾ തന്റെ പട്ടുതുണിയുടെ തലപ്പുകൊണ്ട് പതുക്കെ തുടച്ചുമാറ്റി. വളരെ ശാന്തമായി, യാതൊരു തിരക്കുമില്ലാതെ അവൾ അത് വീണ്ടും അരയിലെ ഉറയിലേക്ക് തിരികെ വച്ചു. ആ ചെറിയ ആയുധം ഉറയിലേക്ക് വീഴുന്ന നേരിയ ശബ്ദം ആ കാട്ടിൽ വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ ചുളിവുകൾ പോലും വീണിരുന്നില്ല. അവൾ തിരിഞ്ഞു കുഞ്ഞിരാമനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയവും അത്ഭുതവും ഭക്തിയും ഒക്കെ കൂടിക്കലർന്നിരുന്നു. ഒരു വാക്കുപോലും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആ വലിയ മൗനം അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നും വിശദീകരിക്കാൻ പോയില്ല. താൻ ആരാണെന്ന് ആ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞുവെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ആ കാട്ടുപാതയുടെ ബാക്കി കിടക്കുന്ന ദൂരത്തേക്ക് കണ്ണുകൾ നട്ടു. ദൂരെ നിന്നും അമ്പലത്തിലെ ചെണ്ടമേളത്തിന്റെ നേരിയ ശബ്ദം കാറ്റിലൂടെ ഒഴുകിയെത്തുകയായിരുന്നു. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാറ്റിൽ പാറിയ ചില മുടിയിഴകളെ അവൾ ചെവിക്ക് പിന്നിലേക്ക് മാടിയൊതുക്കി. മുന്നോട്ടുള്ള പാതയിൽ ഇനിയും ഇരുട്ടു ബാക്കിയുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകളിലെ വെളിച്ചത്തിന് ഇപ്പോൾ കൂടുതൽ തിളക്കമുണ്ടായിരുന്നു.
അവൾ പതുക്കെ ഒരടി കൂടി മുന്നോട്ട് വെച്ചു. കാറ്റ് വീണ്ടും അവളോടൊപ്പം നടക്കാൻ തുടങ്ങി. വീണ്ടും ഒരു പുതിയ നിശബ്ദത ആ കാടിനെ പൊതിഞ്ഞു. മരങ്ങൾക്കിടയിലെ ആ ഇടുങ്ങിയ വഴിയിൽ ഇപ്പോൾ ഭയത്തിന്റെ തണുപ്പില്ലായിരുന്നു. പകരം വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചതിനു ശേഷം പ്രകൃതിയിൽ പടരുന്ന വല്ലാത്തൊരു ശാന്തത അവിടെ നിറഞ്ഞു നിന്നു. മണ്ണിൽ വീണുകിടക്കുന്ന അഹങ്കാരികളുടെ ഞരമ്പുകളിൽ ഇരുമ്പിന്റെ തണുപ്പല്ല, ആ സ്ത്രീയുടെ അതിവേഗത്തിലുള്ള ചലനങ്ങൾ നൽകിയ വലിയൊരു നടുക്കമായിരുന്നു ബാക്കി നിന്നത്. പരിക്കേറ്റവർ വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശബ്ദങ്ങൾ കാറ്റിൽ വളരെ വേഗം അലിഞ്ഞില്ലാതായി. അവൾ തിരിഞ്ഞു നോക്കിയില്ല. ആ കാൽവെപ്പുകളിൽ വിജയത്തിന്റെ അഹങ്കാരമുണ്ടായിരുന്നില്ല. ഒരു കരിയില പോലും അവളുടെ കാലിനടിയിൽപ്പെട്ട് അനാവശ്യമായി ഞെരിഞ്ഞമർന്നില്ല. അച്ചടക്കത്തിന്റെ ഭൂമിയിൽ പരിശീലിച്ച ആ പാദങ്ങൾ പ്രകൃതിയുടെ താളത്തിനൊപ്പം മുന്നോട്ടൊഴുകുകയായിരുന്നു. അവൾ തന്റെ കൈകളിലെ ആയുധത്തെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അകാരണമായി ചോര ചിന്തുന്നതിനെ അവൾ വെറുത്തിരുന്നു. ആ വന്യമായ ഭൂമിയിൽ അവൾ അവശേഷിപ്പിച്ചത് കുറച്ചു ശരീരങ്ങളുടെ വേദനയല്ല, മറിച്ച് പുരുഷന്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. അവൾക്ക് പിന്നിലായി കുറച്ചു ദൂരത്തിൽ കുഞ്ഞിരാമൻ നടന്നു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് അപ്പോഴും പൂർണ്ണമായും സാധാരണ നിലയിലായിരുന്നില്ല. മുന്നിൽ അല്പം പോലും കുലുക്കമില്ലാതെ നടക്കുന്ന ആ രൂപത്തെ അദ്ദേഹം പുതിയൊരു കണ്ണിലൂടെയാണിപ്പോൾ നോക്കിക്കാണുന്നത്. ആ വലിയ തറവാട്ടിന്റെ നാലുകെട്ടിൽ അമ്മായിമാരുടെയും കാരണവന്മാരുടെയും മുൻപിൽ തലകുനിച്ച് വാക്കുകൾ ചുരുക്കി ജീവിച്ചിരുന്നവൾ ഈ ഭയമറിയാത്തവളാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ പാടുപെട്ടു. താൻ ഇത്രകാലം വലിയൊരു തീപ്പൊരിയെയാണ് വിലപിടിപ്പുള്ള പട്ടുചേലകളിൽ പൊതിഞ്ഞുവച്ചിരുട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ഇരുണ്ട പച്ചപ്പണിഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽവെപ്പുകൾക്ക് പഴയ പ്രതാപത്തിന്റെയോ അധികാരത്തിന്റെയോ ഭാരമുണ്ടായിരുന്നില്ല. പകരം ഒരു മഹാത്ഭുതം നേരിട്ട് കണ്ട ഭക്തന്റെ പരിഭ്രമമായിരുന്നു അദ്ദേഹത്തിന്. അവർക്കിടയിലുള്ള മൗനം ഇപ്പോൾ മുൻപുണ്ടായിരുന്നതുപോലെ ആശയവിനിമയമില്ലായ്മയുടെ അകലത്തിൻ്റേതല്ലായിരുന്നു. അതൊരു പുതിയ തിരിച്ചറിവിന്റെ, ബഹുമാനത്തിന്റെ മൗനമായിരുന്നു. അദ്ദേഹം അവളുടെ പാദമുദ്രകളിലേക്ക് നോക്കി. ആ മണ്ണിൽ പതിയുന്ന ഓരോ ചുവടും ഒരു ചരിത്രം എഴുതുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. താൻ സംരക്ഷകനാണെന്ന പുരുഷന്റെ അഹങ്കാരം ആ കാട്ടുപാതയിലെ മണലിൽ വീണുടഞ്ഞിരിക്കുന്നു. മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ കൈപിടിച്ചു കയറ്റിയത് താൻ ദുർബലയെന്ന് കരുതിയിരുന്ന ഒരുവളുടെ കൈകളിലെ ഇരുമ്പാണെന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. കാറ്റിനെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ലല്ലോ. അവൾ ജനിച്ചത് ആകാശത്തിൻ കീഴിൽ ഭയമില്ലാതെ നടക്കാനാണ്. കാടിന്റെ വന്യത പതുക്കെ കുറഞ്ഞു വന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ കൂടുതൽ വെളിച്ചം താഴേക്ക് വീഴും തുടങ്ങി. ആ കാനനപാത അവസാനിക്കുകയായിരുന്നു. ദൂരെ വലിയ ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അല്ലിമലർക്കാവിന്റെ ക്ഷേത്രഗോപുരം മങ്ങിയ വെളിച്ചത്തിൽ കാണാമായിരുന്നു. കാറ്റിലിപ്പോൾ ഉണങ്ങിയ ഇലകളുടെയും വിയർപ്പിന്റെയും ഗന്ധമല്ല, മറിച്ച് കർപ്പൂരത്തിന്റെയും കുന്തിരിക്കത്തിന്റെയും സുഗന്ധമാണ് ഒഴുകിയെത്തിയത്. ദൂരെ നിന്നും കേൾക്കുന്ന ചെണ്ടമേളത്തിന്റെ താളം അവരുടെ കാലടികളുടെ താളവുമായി ചേർന്നു. ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മുഖത്ത് അതുവരെയുണ്ടായിരുന്ന ഗൗരവം മാറി ഒരു പുതിയ ശാന്തത പരന്നു. ഒരുപാട് നാളുകളായി അവൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനം, ആത്മാവിന് വിശ്രമം ലഭിക്കുന്ന, തന്നോട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഒരിടം. അമ്പലമുറ്റത്ത് വലിയ തിരക്കുണ്ടായിരുന്നു. ഉത്സവത്തിന്റെ നിറവും ശബ്ദവും അവിടെ ആകെ നിറഞ്ഞു നിന്നു. വാദ്യമേളങ്ങളും കച്ചവടക്കാരുടെ വിളിച്ചുപറയലുകളും കുട്ടികളുടെ ചിരിയും ആ അന്തരീക്ഷത്തെ സജീവമാക്കി. എന്നാൽ ആ വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ നടന്നുപോകുമ്പോൾ ആളുകൾ അറിയാതെ തന്നെ അവൾക്ക് വഴി മാറിക്കൊടുത്തു. അവളുടെ സാന്നിധ്യത്തിന് വല്ലാത്തൊരാകർഷണമുണ്ടായിരുന്നു. ചോര ചിന്തിയേക്കാവുന്ന ഒരു വലിയ പോരാട്ടത്തിന് ശേഷമാണ് അവൾ വരുന്നതെന്ന് കണ്ടാൽ ആർക്കും തോന്നില്ല. അവളുടെ വസ്ത്രങ്ങളിലോ മുഖത്തോ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. വലിയ കൽവിളക്കുകൾക്കിരികിലൂടെ അവൾ നടന്നു. എണ്ണയുടെ ഗന്ധം അവളുടെ ഓർമ്മകളെ വീണ്ടും ആ പഴയ ചുവന്ന മണ്ണുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയും എണ്ണയുടെയും പ്രാർത്ഥനയുടെയും ഗന്ധമായിരുന്നു. പക്ഷേ ഇത്തവണ അവളുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. അവളുടെ മനസ്സ് പൂർണ്ണമായും ഒരു തടാകം പോലെ നിശ്ചലമായിരുന്നു. ശ്രീകോവിലിനു മുന്നിൽ കണ്ണുകൾ അടച്ചവൾ നിന്നു. ദീപാരാധനയുടെ സമയം വന്നെത്തി. ക്ഷേത്രത്തിലെ വലിയ മണികൾ ഒരുമിച്ച് മുഴങ്ങി. ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും ശബ്ദം അതിന്റെ പാരമ്യത്തിലെത്തി. ശംഖനാദം വായുവിനെ ഭേദിച്ചുയർന്നു. ശ്രീകോവിലിന്റെ വലിയ മരവാതിലുകൾ പതുക്കെ തുറക്കപ്പെട്ടു. ആയിരക്കണക്കിന് ചെറിയ ദീപങ്ങളുടെ വെളിച്ചം പുറത്തേക്കൊഴുകിലെന്നു. അവളുടെ കൈകൾ കൂപ്പി നെഞ്ചോട് ചേർന്ന് നിന്നു. ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് അവൾക്കും ആ ഭഗവാനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമോ ഭയത്തിൽ നിന്നുള്ള മോചനമോ അല്ലായിരുന്നു അവൾ ചോദിച്ചത്. കാരണം ഭയം അവൾക്ക് ജന്മനാൾ മുതൽ അപരിചിതമായൊരുന്നായിരുന്നു. തന്നിൽ തിളയ്ക്കുന്ന ഈ വീര്യത്തെ, ഈ അടങ്ങാത്ത ഊർജത്തെ ശരിയായ വഴിയിലൂടെ നയിക്കാനുള്ള ഒരു ആന്തരിക ശക്തിയാവാം അവൾ തേടിയത്. ദീപാരാധനയുടെ ആ മഞ്ഞ വെളിച്ചം അവളുടെ മുഖത്ത് വീണപ്പോൾ അവിടെ ഒരു അമാനുഷികമായ സൗന്ദര്യം നിറഞ്ഞു നിന്നു. അല്പം മുൻപൊരു പോരാളിയായിരുന്ന അവൾ ഇപ്പോൾ വെറുമൊരു ഭക്തയായി, പ്രകൃതിയുടെ ഒരു ചെറിയ അംശമായി മാറി. കുറച്ചു മാറി നിന്ന് കുഞ്ഞിരാമൻ ആ കാഴ്ച അതിശയത്തോടെ നോക്കിക്കാണുകയായിരുന്നു. ശ്രീകോവിലിലെ ദേവനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കിയത്
പ്രാർത്ഥനാനിരതയായ ആ ഭാര്യയിലായിരുന്നു. ആ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എല്ലാ ഈഗോയും പാരമ്പര്യത്തിൻ്റെ പൊള്ളയായ അഭിമാനവും പൂർണ്ണമായും തകർന്നു വീണു. ആ വലിയ മതിലുകൾക്കുള്ളിൽ അവളെ ഇനി തളിച്ചിടാൻ തനിക്കോ തൻ്റെ തറവാടിനോ കഴിയില്ലെന്ന് അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കി. ഒരു സിംഹത്തെ കൂട്ടിലടച്ചു വളർത്തുന്നത് പ്രകൃതി വിരുദ്ധമാണ്. അവളുടെ ലോകം ആ വീട്ടിൻ്റെ നാലതിരുകൾക്കപ്പുറമാണെന്ന വലിയ സത്യം അദ്ദേഹത്തെ പൊള്ളിച്ചു. അപ്പോൾ അത്ഭുതപ്പെടുത്തി. അവളുടെ ഉള്ളിലെ സ്വാതന്ത്ര്യദാഹത്തെ അദ്ദേഹം ആദ്യമായി ബഹുമാനിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നു. കണ്ണുകളിൽ പ്രസാദത്തിൻ്റെ കുളിർമയുണ്ടായിരുന്നു. നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തിൻ്റെ ഗന്ധം അവളിലൂടെ വീശിയ കാറ്റിൽ കലർന്നു. അമ്പലമുറ്റത്തെ വലിയ അരയാളിൻ്റെ കൽത്തറയിൽ അവൾ കുറച്ചുനേരം ഇരുന്നു. കാറ്റ് അവളുടെ അഴിഞ്ഞുമാറിയ മുടിയിഴകളെ മെല്ലെ തലോടി. കുഞ്ഞിരാമൻ ഒന്നും മിണ്ടാതെ അവളുടെ അരികിൽ വന്നിരുന്നു. അവൾ അദ്ദേഹത്തെ നോക്കി വളരെ ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ മുൻപുണ്ടായിരുന്ന അകലമില്ലായിരുന്നു. പകരം ഒരു വലിയ രഹസ്യം പങ്കുവച്ചതിന് ശേഷമുള്ള അടുപ്പമായിരുന്നു. തൻ്റെ യഥാർത്ഥ സ്വരൂപം അദ്ദേഹം കണ്ടുകഴിഞ്ഞു. ഇനിയൊന്നും ഒളിച്ചുവെക്കേണ്ടതില്ലെന്ന ആശ്വാസം ആ ചെറിയ ചിരിയിലുണ്ടായിരുന്നു. അദ്ദേഹം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഭയപ്പെടുത്തുന്ന ആ യോദ്ധാവായിരുന്നില്ല, തന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരുവളായിരുന്നു. അവരുടെ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിലേക്ക് പതുക്കെ മറയാൻ തുടങ്ങിയിരുന്നു. ആകാശത്ത് ചുവപ്പും സ്വർണവും കലർന്ന നിറങ്ങൾ മേഘങ്ങളിൽ പടർന്നു നിന്നു. ക്ഷേത്രത്തിൽ സന്ധ്യാദീപങ്ങൾ ഓരോന്നായി തെളിഞ്ഞു തുടങ്ങി. പ്രാർത്ഥനകൾ മന്ത്രിക്കുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. മടങ്ങാനുള്ള സമയമായിരിക്കുന്നു. വന്ന വഴിയേക്കാൾ എളുപ്പമായിരിക്കില്ല മടക്കയാത്രയെന്ന് അവൾക്കറിയാം. വാർത്തകൾ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമല്ലോ. ആ ചട്ടമ്പികളെ ഒരു പെണ്ണ് തോൽപ്പിച്ച വിവരം നാദാപുരം ദേശത്ത് ഇതിനോടകം തീ പോലെ പടർന്നിട്ടുണ്ടാകും. അല്പം മുൻപ് ഒരു പോരാളിയായിരുന്ന അവൾ ഇപ്പോൾ വെറുമൊരു ഭക്തയായി, പ്രകൃതിയുടെ ഒരു ചെറിയ അംശമായി മാറി. സന്ധ്യയുടെ ഇരുട്ട് കനത്ത പുതപ്പ് പോലെ ആ കാനനപാതയെ പൊതിഞ്ഞു തുടങ്ങി. പകലിൻ്റെ ചൂട് പൂർണ്ണമായും മാറി. കാറ്റിൽ നേരിയ തണുപ്പ് പടർന്നു. വഴിയിലെ വലിയ മരങ്ങളുടെ വേരുകൾ ഇരുട്ടിൽ ഭയാനകമായ രൂപങ്ങൾ പൂണ്ടു. ആ വലിയ നിശബ്ദതയിൽ മരങ്ങൾക്കിടയിലെ അന്ധകാരത്തിൽ നിന്നും പുറത്തുവന്ന ആ വലിയ നിഴൽ ഒരു മരണദൂതനെ പോലെ തോന്നിപ്പിച്ചു. മുൻപ് നേരിട്ട ചട്ടമ്പികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഭയന്നോടിയവരിൽ ഒരാളായിരുന്നില്ല അത്. മറിച്ച് ചന്തു വീണതറിഞ്ഞ് പ്രതികാരത്തിനായി എവിടെ നിന്നോ പാഞ്ഞെത്തിയ മറ്റൊരു കൊടുമ്പാതകൻ. അവൻ്റെ വലിയ കൈകളിലെ നീളമുള്ള കഠാരയിൽ ആകാശത്തെ അവസാനത്തെ വെളിച്ചം തട്ടി പ്രതിഫലിച്ചു. ചോരയുടെ ഗന്ധമുള്ള ആ കാട്ടുപാതയിൽ വീണ്ടും മരണത്തിൻ്റെ കളി തുടങ്ങാൻ പോകുകയാണെന്ന് കാറ്റുപോലും മന്ത്രിച്ചു. അവൾ നിന്നു. കാലടികൾ നിലത്തെ മണ്ണിൽ ഒന്നുകൂടി ഉറപ്പിച്ചു. അവളുടെ വിരലുകൾ അരയിലെ ഇരുമ്പിൻ്റെ പിടിയിൽ സ്പർശിച്ചില്ല. കുഞ്ഞിരാമൻ ഇത്തവണ ഭയന്നു വിറച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭീരുത്വം ആ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ പൂർണ്ണമായും ഇല്ലാതായിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഒന്നുകൂടി മുറുകെ പിടിച്ച് അവൾക്കൊപ്പം അവൾക്ക് കരുത്തായി നിന്നു. എന്നാൽ ചുവന്ന മണ്ണിൽ അച്ചടക്കം പഠിച്ച കളരിയുടെ മകൾക്ക് ആരുടെയും സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ അല്ലിമലർക്കാവിലെ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ലഭിച്ച ആ വലിയ ശാന്തത അപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പ്രതികാരം തീർക്കാൻ വന്നവന്റെ കണ്ണുകളിലെ അന്ധമായ രക്തദാഹം അവൾ വളരെ വ്യക്തമായി കണ്ടു. ഒരു കാട്ടുപോത്തിനെ പോലെ അവൻ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. ലക്ഷ്യം അവളുടെ കഴുത്തായിരുന്നു. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് ആ വലിയ കഠാര അവളുടെ നേർക്ക് അതിവേഗം വന്നു. പക്ഷെ ഭയമില്ലാത്തവരുടെ ശരീരത്തിൽ ഒരു നേരിയ പരിഭ്രമം പോലും ഉണ്ടായില്ല. താൻ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ആയുധം പുറത്തെടുക്കാൻ പോലും അവൾ മുതിർന്നില്ല. പകരം അവിശ്വസനീയമായ വഴക്കത്തോടെ അവൾ തൻ്റെ ശരീരം അല്പം വലത്തേക്ക് വെട്ടിച്ചു. കഠാരയുമായി വന്നവൻ്റെ സർവ്വശക്തിയും വായുവിൽ അലിഞ്ഞു ചേർന്നു. അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ഒറ്റ നിമിഷം അവൾക്ക് ധാരാളമായിരുന്നു. വളരെ ലാഘവത്തോടെ, എന്നാൽ അങ്ങേയറ്റം കൃത്യതയോടെ അവളുടെ ഇടത് കൈത്തണ്ട അവൻ്റെ നെഞ്ചിലെ മർമ്മത്തിൽ അതിശക്തമായി വന്നിടിച്ചു. യാതൊരു ശബ്ദവുമില്ലാതെ വലിയൊരു ഇടിമിന്നലേറ്റ് മരം കടപുഴകി വീഴുന്നതുപോലെ അവൻ ആ കരിയിലകൾക്കിടയിലേക്ക് വേച്ചുപോയി വീണു. ഇരുമ്പ് കൂട്ടിമുട്ടുന്ന ശബ്ദമോ ചോരയുടെ ഗന്ധമോ അവിടെയുണ്ടായില്ല. ഒരു നിമിഷം കൊണ്ട് അവസാനിച്ച അങ്ങേയറ്റം ലളിതമായ ഒരു പ്രഹരം, അത്രമാത്രം. നിലത്ത് വീണ ശത്രുവിനെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ ശ്വാസോച്ഛ്വാസം അല്പം പോലും താളം തെറ്റിയിരുന്നില്ല. തൻ്റെ വസ്ത്രത്തിലെ ഒരു ചെറിയ പൊടി പോലും അവൾക്ക് തട്ടിക്കളയാനുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ നിന്നും നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തിൻ്റെ ഗന്ധം അപ്പോഴും അവളിലൂടെ വീശിയ കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഒരു പുഞ്ചിരിയോ വികയഭാവമോ ആ മുഖത്തില്ലായിരുന്നു. ഇതവളുടെ വെറുമൊരു ദിനചര്യയായിരുന്നു, പ്രകൃതിയുടെ ഒരു സ്വാഭാവിക നിയമം പോലെ. ജീവനെ ഭീഷണിയാകുന്ന എന്തിനേയും ഇല്ലാതാക്കുക എന്നത് ആ യോദ്ധാവിൻ്റെ ചോരയിലലിഞ്ഞ കാര്യമായിരുന്നു. കുഞ്ഞിരാമൻ വലിയൊരു ബഹുമാനത്തോടെ അവളെ നോക്കി. തൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു നാടിൻ്റെ ചരിത്രം തിരുത്തിയെഴുതാൻ വന്നവളാണെന്ന് അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കി. അവർ വീണ്ടും നടന്നു തുടങ്ങി. വന്യമായ ആ കാട്
പതുക്കെ അവസാനിക്കുകയായിരുന്നു. മരങ്ങളുടെ ഇടതൂർന്ന മേലാപ്പിന് പകരമായി മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന വിശാലമായ ആകാശം തെളിഞ്ഞു വന്നു തുടങ്ങി. ഇരുട്ടുവീള ഗ്രാമവഴികളിൽ രാത്രിയുടെ നിശബ്ദത പടർന്നിരുന്നു. രാക്കിളികളുടെ പാട്ടുകൾ ആ രാത്രിക്കൊരു പുതിയ സംഗീതം നൽകി. ഇപ്പോൾ അവരുടെ കാൽപ്പെപ്പുകൾക്ക് പുതിയൊരു താളമുണ്ടായിരുന്നു. മുൻപ് ഭർത്താവിൻ്റെ പിന്നിൽ തലകുനിച്ച് വാക്കുകൾ ഒതുക്കി നടന്നിരുന്ന ഒരു ഭാര്യയായിരുന്നു എങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നടക്കുന്നത്. അവളുടെ ചിലമ്പുകളുടെ ശബ്ദം ആ രാത്രിയിൽ വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. അതൊരു പഴയ തറവാടിൻ്റെ ചങ്ങല കിലക്കമായിരുന്നില്ല, മറിച്ച് അവളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഭയമില്ലായ്മയുടെ വിജയഭേരിയായിരുന്നു. നടന്നുപോകുന്ന വഴിയിലെ പാടവരമ്പുകളും ദൂരെ കാണുന്ന തെങ്ങുംതോപ്പുകളും അവളുടെ ആ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ആ രാത്രിയാത്ര വലിയൊരു മൗനത്തിലായിരുന്നു. എന്നാൽ ആ മൗനത്തിന് 1000 വാചാലതകളുണ്ടായിരുന്നു. തൻ്റെ പഴയ ജീവിതത്തിൻ്റെ ഭയങ്ങളെല്ലാം, ആ അടഞ്ഞുകിടന്ന മുറിയിലെ ശ്വാസം മുട്ടലുകളെല്ലാം ആ കാട്ടുപാതയിൽ അവൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നു. ഇരുമ്പിനെ പ്രണയിച്ചവൾ വീണ്ടും തൻ്റെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആ വലിയ നാലുകെട്ടിൻ്റെ ഇരുട്ടിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി ജീവിക്കാനാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആകാശത്തിന് താഴെ ഈ ഭൂമിയിൽ എവിടെയും തലയുയർത്തി നടക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന ബോധം അവളുടെ ശിരകളിൽ പുതിയൊരു ഊർജ്ജമായി പടർന്നു. കുഞ്ഞിരാമൻ്റെ മനസ്സിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. താൻ ഇത്രയും കാലം സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഒരു കൊടുങ്കാറ്റിനെയാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ കൊടുങ്കാറ്റിനെ അതിൻ്റെ പാട്ടിന് വിടുന്നതാണ് ഏറ്റവും ശരിയെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ദൂരെ ആക്കിൻ്റെ ഇരുട്ടിൽ നിന്നും ആറ്റുമ്മണമ്മേൽ തറവാടിൻ്റെ വലിയ പടിപ്പുര ദൃശ്യമായി തുടങ്ങി. വലിയ കൽവിളക്കുകളിൽ എണ്ണയൊഴിച്ചു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ മഞ്ഞ വെളിച്ചം മുറ്റത്തെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി നിന്നു. കാറ്റിൽ പടിപ്പുരയിലെ വലിയ മരവാതിലുകൾ നേരിയ ശബ്ദത്തോടെ അനങ്ങുന്നുണ്ടായിരുന്നു. അവിടെ അവരെ കാത്തു വലിയൊരു സംഘം ആളുകൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു സ്ത്രീ തനിച്ച് കാട്ടുപാതയിലൂടെ, അതും കൊടും ചട്ടമ്പികളുടെ സങ്കേതത്തിലൂടെ അമ്പലത്തിൽ പോയി അവരെല്ലാം തോൽപ്പിച്ചു മടങ്ങിവരുന്നു എന്ന വാർത്ത ആ ഗ്രാമമാകെ തീ പോലെ പരന്നിട്ടുണ്ടാകും. തറവാട്ടിലെ കാരണവന്മാരുടെ മുഖത്ത് ദേഷ്യവും അമ്പരപ്പും അവൾ മുൻകൂട്ടി കണ്ടു. പക്ഷെ അവളുടെ ഹൃദയമിടുപ്പ് അല്പം പോലും വേഗത്തിലായില്ല. അവൾ ആ പടിപ്പുര ലക്ഷ്യമാക്കി ശാന്തമായി നടന്നു. ഗ്രാമത്തിൻ്റെ അതിർത്തിയിലൂടെ അവർ നടക്കുമ്പോൾ ചില വീടുകളുടെ ജനലുകൾക്കിടയിലൂടെ ആളുകൾ അവരെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അടക്കിപ്പിടിച്ച സംസാരങ്ങൾ രാത്രിയിലെ കാറ്റിൽ ഒഴുകി നടന്നു. നാദാപുരത്തെ ഭയപ്പെടുത്തിയിരുന്നവരെ വെറുമൊരു പെണ്ണ് നിലംപരിശമാക്കി എന്ന സത്യം വിശ്വസിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അവളുടെ പേര് വെറുമൊരു ഭാര്യയുടേതായിട്ടല്ല, മറിച്ച് കടത്തനാടിൻ്റെ വീരനായരിയുടേതായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ മാറ്റം, ഈ നിശബ്ദമായ പരിവർത്തനം നാളത്തെ തലമുറകൾക്ക് വലിയൊരു പാഠമാകുമെന്ന് പ്രകൃതി പോലും തിരിച്ചറിഞ്ഞതുപോലെ കാറ്റ് വീണ്ടും അവളെ തലോടി കടന്നുപോയി. പടിപ്പുരയ്ക്കരികിലെത്തി. മുറ്റത്തെ വലിയ ഇലഞ്ഞിമളത്തിൽ നിന്നും പൂക്കൾ താഴേക്ക് പൊഴിയുന്നുണ്ടായിരുന്നു. നിലവിളക്കിൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് വീണു. അവളുടെ കണ്ണുകളിലെ ആഴം ഇപ്പോൾ ആർക്കും അളക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. കുഞ്ഞിരാമൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു തീരുമാനത്തിൻ്റെ കാഠിന്യമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആരും അവളുടെ മേൽ അനാവശ്യമായ അധികാരങ്ങൾ അടിച്ചേൽപ്പിക്കില്ല എന്ന വലിയൊരു പ്രഖ്യാപനം ആ നിൽപ്പ് തന്നെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. പാരമ്പര്യത്തിൻ്റെ ഇരുമ്പു മതിലുകൾ അവളുടെ ഓരോ കാൽപ്പെപ്പിലും വിറകൊള്ളുന്നതായി തോന്നി. ഒരു കാലഘട്ടത്തിൻ്റെ സ്ത്രീത്വത്തിന്മേലുള്ള അടിച്ചമർത്തലുകൾക്കെതിരായ വലിയൊരു മുന്നറിയിപ്പായിരുന്നു അവളുടെ ആ വരവ്. അവൾ വലതുകാൽ പടിപ്പുരയുടെ കൽപ്പടവിലേക്ക് എടുത്തുവെച്ചു. അവളുടെ ചിലമ്പുകൾ വ്യക്തമായി ശബ്ദിച്ചു. ആ ശബ്ദം ആ വലിയ കോട്ടയുടെ അകത്തളങ്ങളിൽ വരെ മാറ്റൊലിക്കൊണ്ടു. തറവാടിൻ്റെ വിശാലമായ പൂമുഖത്ത് കാരണവന്മാരും മറ്റു മുതിർന്ന സ്ത്രീകളും ശ്വാസമടക്കി പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഭയവും അതിശയവും വലിയൊരളവിൽ ദേഷ്യവും നിഴലിഞ്ഞു നിന്നു. തങ്ങളുടെ അധികാരങ്ങളെ ഒരു പെണ്ണ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കിയിരുന്നു. പക്ഷെ ആരും ഒരു വാക്കുപോലും ഉരിയാടാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അവളുടെ സാന്നിധ്യം അവിടെ വലിയൊരു തീജ്വാല പോലെയായിരുന്നു. ആ തീയിൽ തൊടാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. മുറ്റത്തെ മണലിലൂടെ അവൾ നടന്നു. അവളുടെ ഓരോ ചുവടും ആ വലിയ വീടിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അലിഖിത നിയമങ്ങളെ ചവിട്ടിയരയ്ക്കുന്നതുപോലെ തോന്നി. അവൾ പതുക്കെ പൂമുഖത്തേക്ക് കയറി. ആരുടെ നേരെയും നോക്കിയില്ല, തലകുനിച്ചില്ല. അവളുടെ നോട്ടം നേരെ മുന്നിലായിരുന്നു. നിലവിളക്കിൻ്റെ നാളം കാറ്റിൽ അല്പമൊന്നാടി. അവളുടെ നിഴൽ ആ വലിയ ചുമരുകളിൽ ഒരു ഭീമാകാരനായ യോദ്ധാനിനെ പോലെ പതിഞ്ഞു. ആ വലിയ നിശബ്ദതയിൽ അവളുടെ ചിലമ്പൊച്ചകൾ മാത്രമാണ് കേട്ടിരുന്നത്. ആരും ഒന്നും ചോദിച്ചില്ല. കുഞ്ഞിരാമൻ പോലും അവിടെ മൗനം പാലിച്ചു. അവൾ തൻ്റെ പഴയ മുറി ലക്ഷ്യമാക്കി നടന്നു. ആ വീടിൻ്റെ അകത്തളങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണെന്ന് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയൊരിക്കലും അവളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ല. അവൾ വെറുമൊരു പെണ്ണല്ല, കടത്തനാടിൻ്റെ ചരിത്രം തിരുത്തിയെഴുതാൻ പോകുന്നവളാണെന്ന് ആ നിമിഷം ആ തറവാട് തിരിച്ചറിഞ്ഞു. കാറ്റ് വീണ്ടും ശക്തമായി വീശി.
ദൂരെ ഏതോ മരക്കൊമ്പിൽ ഒരു രാത്രി പക്ഷി ശബ്ദിച്ചു. അവൾ മുറിയുടെ വാതിൽക്കലെത്തി നിന്നു. കനത്ത മരവാതിൽ പതുക്കെ തുറന്നു. അകത്ത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് അവൾ ഒന്ന് തിരിഞ്ഞു നിന്നു. മുറ്റത്തെ വെളിച്ചത്തിൽ കാരണവന്മാർക്കിടയിൽ കുഞ്ഞിരാമൻ നിൽക്കുന്നത് അവൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോൾ ഭയമില്ല, മറിച്ച് വലിയൊരു ബഹുമാനമുണ്ടായിരുന്നു. അവൾ വീണ്ടും മുന്നോട്ട് നോക്കി. ഇരുളടഞ്ഞ ആ വലിയ മുറിക്കുള്ളിൽ അവളുടെ ഭാവി എന്തായിരിക്കുമെന്ന ഒരു പുതിയ ചോദ്യം അവിടെ ഉയർന്നു നിന്നു. അവളുടെ കണ്ണുകൾ ഇരുട്ടിലേക്ക് തുളച്ചു കയറി. വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് വന്ന തണുത്ത കാറ്റിൽ അവരുടെ മുടിയിഴകൾ പാറി. ആ വലിയ നിശബ്ദതയിൽ മുൻപൊരിക്കലുമില്ലാതെ വിധം ആ വീടിന്റെ ചുമരുകളിൽ ഒരു പുതിയ കാലത്തിന്റെ താളം കേട്ടു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ ആ അടഞ്ഞ മുറിക്കുള്ളിലെ ഇരുട്ടിൽ അവളുടെ വാളുകൾ ഇനിയും ഉറങ്ങാൻ തയ്യാറായിരുന്നില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ നേരിയൊരു സൂചന ആ കാറ്റിലുണ്ടായിരുന്നു. പതുക്കെ വാതിലടയുന്ന ശബ്ദം കേട്ടു. അടഞ്ഞ വലിയ കനത്ത മരവാതിലിനു പിന്നിൽ ആ മുറിയിലെ ഇരുട്ടിന് ഇപ്പോൾ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭാരമുണ്ടായിരുന്നില്ല. മുൻപ് അനേകം രാത്രികളിൽ അവൾക്കനുഭവപ്പെട്ട ആ തടവറയുടെ തണുപ്പല്ല, മറിച്ച് തന്റെ സ്വന്തം ആത്മാവിനെ തിരികെ ലഭിച്ചതിന്റെ വലിയൊരു ആശ്വാസമാണ് ആ നിഴലുകൾക്കിടയിലുണ്ടായിരുന്നത്. മുറിയിലെ ചെറിയ കൽവിളക്കിലേക്ക് അവൾ പതുക്കെ എണ്ണ പകർന്നു. ഒരു തിരി തെളിയിച്ചു. മഞ്ഞ വെളിച്ചം പതുക്കെ ആ മുറിയിലാകെ പടർന്നു. ആ വെളിച്ചത്തിൽ അവളുടെ മുഖം തിളങ്ങി. ഒരു യുദ്ധം ജയിച്ചതിന്റെ അഹങ്കാരമായിരുന്നില്ല ആ മുഖത്ത്, മറിച്ച് ഒരുപാട് കാലമായി തടഞ്ഞുവെച്ചിരുന്ന ഒരരുവിയുടെ തടയണ പൊട്ടിയൊഴുകിയതിനു ശേഷമുള്ള വലിയ ശാന്തതയായിരുന്നു. അവൾ പതുക്കെ തന്റെ ദേഹത്തെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റാൻ തുടങ്ങി. കഴുത്തിലെ വലിയ സ്വർണമാലകളും കൈകളിലെ വളകളും കാതിലെ തോടകളും അവൾ ആ വലിയ മരപ്പെട്ടിക്കുള്ളിലേക്ക് എടുത്തുവെച്ചു. ആ ആഭരണങ്ങൾ തടിയിൽ വീഴുമ്പോഴുണ്ടാകുന്ന നേരിയ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ആ സ്വർണമെല്ലാം വെറും ലോഹങ്ങൾ മാത്രമായിരുന്നു അവൾക്ക്, തന്നെ ബന്ധിച്ചിരുന്ന അദൃശ്യമായ ചങ്ങലകൾ. അവ ഓരോന്നും ഊരിമാറ്റുമ്പോഴും അവളുടെ ശരീരം കൂടുതൽ ഭാരം കുറഞ്ഞതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ യഥാർത്ഥ അലങ്കാരങ്ങൾ അതൊന്നുമായിരുന്നില്ല. ആ വെളിച്ചത്തിൽ അവളുടെ കൈകളിലെ പഴയ തഴുമ്പുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആയുധങ്ങൾ പിടിച്ച ഉറച്ച വിരലുകൾ, അവളുടെ ചോര ചിന്തിയ ആ പഴയ അച്ചടക്കത്തിന്റെ ഭൂമിയിലെ ഓർമ്മകൾ ഉറങ്ങുന്ന പാടുകൾ. അതാണ് തന്റെ യഥാർത്ഥ സ്വത്തെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ തന്റെ അരയിൽ നിന്നും ആ ചെറിയ ആയുധം പതുക്കെ പുറത്തെടുത്തു. ഇരുമ്പിൽ തീർത്ത അവളുടെ സ്വന്തം ശബ്ദം. അതിൽ രക്തം പുരണ്ടിരുന്നില്ല, എന്നാൽ ഭയമില്ലാത്തവളുടെ തീക്ഷ്ണത ആ ലോഹത്തിൽ അപ്പോഴും ജ്വലിച്ചു നിന്നിരുന്നു. വിളക്കിന്റെ വെളിച്ചത്തിൽ ആ ഇരുമ്പ് തിളങ്ങി. അവൾ അതിനെ തലോടി. തന്നോടൊപ്പം നടന്നതിന്, തന്റെ അഭിമാനം കാത്തതിന്, തന്റെ സ്വാതന്ത്ര്യം തിരികെ നൽകിയതിന് ആ ആയുധത്തോട് അവൾ മൗനമായി നന്ദി പറഞ്ഞു. എന്നിട്ട് അത് വളരെ ഭവ്യതയോടെ ആ മരപ്പെട്ടിയുടെ ഉള്ളിലേക്ക് വെച്ചു. ഇനി അതിനെ പട്ടുതുണികൾക്കടിയിൽ ഒളിച്ചുവെക്കേണ്ടതില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. തന്റെ സ്വത്വത്തെ മറച്ചുവെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് ആ വലിയ കോട്ടയ്ക്കുള്ളിൽ ആരും ഉറങ്ങിയിരുന്നില്ല. കാരണവന്മാരുടെ മുറികളിൽ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ രാത്രിയിലെ കാറ്റിൽ ഉണങ്ങിയ ഇലകൾ ഉരസുന്നതുപോലെ കേൾക്കാമായിരുന്നു. നൂറ്റാണ്ടുകളായി അവർ കാത്തുസൂക്ഷിച്ചിരുന്ന പാരമ്പര്യത്തിന്റെ അടിത്തറയാണ് ആ ഒറ്റ രാത്രി കൊണ്ട് ഇളകിയിരിക്കുന്നത്. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തുപോകുക, പോരാടുക, അഹങ്കാരികളായ മനുഷ്യരെ തോൽപ്പിക്കുക, തലയുയർത്തി തിരികെ വരിക, ഇതവരുടെ നിയമങ്ങൾക്കപ്പുറമായിരുന്നു. അവളെ എന്തു ചെയ്യണം, എങ്ങനെ ശാസിക്കണം എന്നവർക്കറിയില്ലായിരുന്നു. കാരണം അവളെ ഇനി ശാസിക്കാൻ കഴിയില്ലെന്ന് ആ കാൽവെപ്പുകളുടെ ഉറപ്പ് അവരെ പഠിപ്പിച്ചിരുന്നു. കുഞ്ഞിരാമൻ തന്റെ മുറിയിൽ നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ കാതുകളിൽ അപ്പോഴും ആ കാനനപാതയിലെ വാളുകളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. തറവാട്ടിലെ മുതിർന്നവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. ഭാര്യയെ അടക്കി നിർത്താൻ കഴിയാത്തവനെന്ന പരിഹാസം ആ അടക്കിപ്പിടിച്ച സംസാരങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അവരോട് ദേഷ്യം തോന്നിയില്ല, മറിച്ച് സഹതാപമാണ് തോന്നിയത്. കാരണം ഒരു വലിയ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ ഒരു ചെറിയ മതിലിന് കഴിയില്ലെന്ന വലിയ സത്യം അവർ അപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹം തന്റെ ഭാര്യയെ ഓർത്ത് ആദ്യമായി അഭിമാനിച്ചു. അവളുടെ ഭയമില്ലായ്മ തന്റെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ ചുറ്റുമുള്ളവരോട് തർക്കിക്കാൻ അദ്ദേഹം പോയില്ല. പകരം ആ വലിയ വീടിന്റെ മൗനത്തിലേക്ക് അദ്ദേഹം തന്റെ ചിന്തകളെ ലയിപ്പിച്ചു. ആ നിശബ്ദതയായിരുന്നു അവൾക്കുള്ള അദ്ദേഹത്തിന്റെ സംരക്ഷണം. രാത്രി പതുക്കെ പകലിനു വഴിമാറി. കിഴക്കൻ മലനിരകൾക്ക് മുകളിൽ ഒരു പുതിയ സൂര്യൻ ഉദിച്ചുയർന്നു. കടത്തനാടിന്റെ മുകളിൽ നേരിയ പുകമഞ്ഞു മൂടി നിന്നിരുന്നു. എന്നാൽ ആ പ്രഭാതം പഴയതുപോലെയായിരുന്നില്ല. ഗ്രാമത്തിലെ പാടവരമ്പുകളിലൂടെയും പുഴക്കടവുകളിലൂടെയും ക്ഷേത്രമുറ്റങ്ങളിലൂടെയും കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു വാർത്ത പരന്നൊഴുകി. കാട്ടുപാതയിൽ ഭയം വിതച്ചിരുന്ന ആ കൊടുമ്പാതകരെ, തന്റെ വഴി തടഞ്ഞവരെ പുത്തൂരം വീട്ടിലെ മകൾ ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആ വാർത്ത കേട്ട പുരുഷന്മാരുടെ മുഖത്ത് അമ്പരവും ഭയവുമായിരുന്നു. തങ്ങൾ ഇത്രയും കാലം ദുർബലരെന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഇങ്ങനെയൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ സ്ത്രീകളുടെ പ്രതികരണം മറ്റൊന്നായിരുന്നു.
രാവിലെ കുളക്കടവിൽ വന്ന പെൺകുട്ടികൾ ആ കഥ കേട്ട് പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ മുൻപെങ്ങുമില്ലാത്ത പുതിയൊരു തിളക്കമുണ്ടായിരുന്നു. അടുക്കളയിലെ പുകയടുപ്പുകൾക്ക് മുന്നിലിരുന്ന് ശ്വാസം മുട്ടിയിരുന്ന അമ്മമാരുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. തങ്ങൾക്കും ഒരു ശക്തിയുണ്ടെന്നും ഭയമില്ലാതെ തലയുയർത്തി നടക്കാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നുമുള്ള വലിയൊരു തിരിച്ചറിവ് ആ ഒറ്റ സംഭവം അവരിലുണ്ടാക്കി. അവളുടെ പേര് വെറുമൊരു വ്യക്തിയുടെ പേരായിരുന്നില്ല അപ്പോൾ. അതൊരു പുതിയ കാലത്തിന്റെ വികാരമായി മാറി. അടിച്ചമർത്തപ്പെട്ട ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന വീര്യത്തിന്റെ ശബ്ദമായി ആ ചരിത്രം മാറി. ദിവസങ്ങൾ കടന്നുപോയി. വലിയ തറവാട്ടിലെ ദിനചര്യകളിൽ മാറ്റമൊന്നും വന്നില്ലെങ്കിലും അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരുന്നു. അവൾ ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നില്ല ആ നാലുകെട്ടിക്കുള്ളിൽ. അവൾ നടന്നു പോകുമ്പോൾ ജോലിക്കാർ ഭക്തിയോടെ വഴിമാറി നിന്നു. കാരണവന്മാർ അവൾക്ക് മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് നിർത്തി. ആരും അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല. അവൾക്കെപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം. എന്ത് തീരുമാനമെടുക്കാമെന്നൊരു അലിഖിത നിയമം അവിടെ രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. അവൾക്ക് വലിയ ബഹുമാനം ലഭിച്ചു തുടങ്ങി. എന്നാൽ ഈ വലിയ മാറ്റങ്ങളൊന്നും അവളെ അഹങ്കാരിയാക്കിയില്ല. അവളുടെ പെരുമാറ്റം മുൻപത്തേക്കാൾ ശാന്തമായിരുന്നു. ആഴമുള്ള ഒരു വലിയ നദിയെപ്പോലെ അവൾ അക്ഷോഭ്യയായി ഒഴുകി. കുഞ്ഞിരാമനുമായിട്ടുള്ള അവരുടെ ബന്ധവും കൂടുതൽ ദൃഢമായി. അവൾക്കിടയിലുണ്ടായിരുന്ന മൗനത്തിന്റെ വലിയ മതിൽ പൂർണ്ണമായും തകർന്നു വീണു. അദ്ദേഹം അവളെ ആഴത്തിൽ ബഹുമാനിച്ചു. അവളുടെ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. ആ പഴയ അകൽച്ച മാറി. പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് മനുഷ്യരെ പോലെ അവർ മാറി. ഒരു സായാഹ്നത്തിൽ അവർ ഒരുമിച്ച് ആ വലിയ വീടിന്റെ പൂമുഖത്തിരിക്കുമ്പോൾ അവൾ ദൂരേക്ക് നോക്കി തന്റെ പഴയ കാലത്തെക്കുറിച്ച് സംസാരിച്ചു. താൻ ജനിച്ചു വളർന്ന തറവാടിനെക്കുറിച്ചും തന്റെ ജ്യേഷ്ഠനുമൊപ്പം പരിശീലനം നടത്തിയ ആ പുലർക്കാലങ്ങളെക്കുറിച്ചും അവൾ വളരെ മൃദുവായി സംസാരിച്ചു. കുഞ്ഞിരാമൻ വലിയ കൗതുകത്തോടെ ആ കഥകൾ കേട്ടിരുന്നു. അവൾക്ക് തന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ആ വീട്ടിൽ ലഭിച്ചിരിക്കുന്നു എന്ന സത്യം അവളുടെ മനസ്സിനെ കൂടുതൽ കുളിർപ്പിച്ചു. ഒരു രാത്രി ആകാശം മേഘവൃദ്ധമായിരുന്നു. നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നു. എങ്ങും കനത്ത നിശബ്ദത. അവൾ ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. ദൂരെ മരങ്ങൾ കാറ്റിൽ തലയാട്ടുന്നത് കാണാം. അവളുടെ കണ്ണുകൾ ഇരുളിലേക്ക് നീണ്ടു. താൻ ജനിച്ചു വളർന്ന ആ പരിശീലന കേന്ദ്രം ഇപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു. താൻ തുടങ്ങിവെച്ച ഈ മാറ്റം തന്റെ നാടിന്റെ ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെടുമെന്ന് അവൾ ചിന്തിച്ചു. ഒരു പോരാളിയുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നവൾക്കറിയാം. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്തത് വരും. അത് ആയുധങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചിന്തകളോടാകാം. പെട്ടെന്ന് കാറ്റിന്റെ ഗതി പൂർണ്ണമായും മാറി. ഇലകൾക്കിടയിലൂടെ വന്ന ആ കാറ്റിൽ മുൻപില്ലാത്ത ഒരു ഗന്ധമുണ്ടായിരുന്നു. ഒരു അപരിചിതമായ തണുപ്പ്. ദൂരെ വടക്കുഭാഗത്തു നിന്നും ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം നേരിയതായി കേൾക്കാൻ തുടങ്ങി. വളരെ ദൂരെയാണ്, എങ്കിലും ആ ശബ്ദം ഒരു പ്രത്യേക താളത്തിൽ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് ശാന്തത വെടിഞ്ഞ് വലിയൊരു ജാഗ്രതയിലായി. സഹോദരന്റെ മുഖം അവളുടെ മനസ്സിൽ ഒരു നിമിഷം മിന്നിമറഞ്ഞു. രാത്രിയുടെ ആ വലിയ ഇരുളിൽ ഒരു പുതിയ സന്ദേശവുമായി ആ കാൽവെപ്പുകൾ അടുത്തേക്ക് വരികയാണ്. എന്താണ് ആ സന്ദേശം? അവളുടെ വിരലുകൾ അറിയാതെ വീണ്ടും ഒരു പുതിയ നിമിഷത്തിനായി തയ്യാറെടുത്തു. കൂടുതൽ ഇരുട്ട് ആ ജനൽവാതിലിലൂടെ അകത്തേക്ക് ഇഴഞ്ഞു കയറി. വിളക്കിലെ നാളം എന്തോ മുൻകൂട്ടി കണ്ടതുപോലെ ഒന്ന് വിറച്ചു. കാത്തിരിപ്പിന്റെ മറ്റൊരു നിമിഷം. ആ ശബ്ദം കൂടുതൽ വ്യക്തമായി തുടങ്ങി. വടക്ക് നിന്നും വന്ന ആ കുതിരക്കുളമ്പടികൾ ശത്രുവിൻ്റേതായിരുന്നില്ല. അതൊരു പുതിയ യുദ്ധത്തിന്റെ മുന്നറിയിപ്പുമായിരുന്നില്ല. രാത്രിയുടെ ആ വലിയ നിശബ്ദതയെ ഭേദിച്ച് ആറ്റുംവണ്ണമ്മേൽ തറവാടിന്റെ പടിപ്പുരക്കരികിൽ ആ വലിയ കുതിര വന്നു നിന്നു. അതിന്റെ ശ്വാസോച്ഛ്വാസം ആ രാത്രിയിലെ തണുത്ത കാറ്റിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ആ കാൽവെപ്പുകളുടെ താളം അവൾക്ക് അപരിചിതമായിരുന്നില്ല. കടത്തനാടിന്റെ ഹൃദയഭാരത്തു നിന്നുമുള്ള താളം. താൻ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും, പുത്തൂരം വീട്ടിന്റെ മുറ്റത്തുനിന്നും വന്ന സന്ദേശവാഹകൻ. വാർത്തകൾ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമല്ലോ. കാട്ടുപാതയിൽ ഭയമില്ലാതെ നടന്നവളുടെ കഥ ചുവന്ന മണ്ണുള്ള ആ പഴയ അഭ്യാസഭൂമിയിലും ഇതിനോടകം എത്തിയിരുന്നു. അച്ഛൻ്റെയും പ്രിയപ്പെട്ട സഹോദരൻ്റെയും അഭിമാനം ആ രാത്രിയിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്ന് അവളിലേക്ക് ഒഴുകിയെത്തി. ഇരുളിൽ അടഞ്ഞ ജനലരികിൽ നിന്ന് അവളുടെ ചുണ്ടിൽ വളരെ നേരിയ ഒരു പുഞ്ചിരി വിടർന്നു. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ആരോമൽ. ആ വിജയമറിഞ്ഞ നിമിഷം അവൻ്റെ കണ്ണുകളിൽ നിറയുന്ന വലിയ വെളിച്ചം അവൾക്കിവിടെ ഇരുന്ന് കാണാമായിരുന്നു. തന്നെ ഒരു യോദ്ധാവായി ആദ്യമായി തിരിച്ചറിഞ്ഞത് അവനാണല്ലോ. അർദ്ധരാത്രിയിലെ വെളിച്ചത്തിൽ തനിക്ക് മരവാൾ പിടിക്കാൻ പഠിപ്പിച്ചു തന്ന ആ വലിയ മനുഷ്യൻ. ഇപ്പോൾ അവൻ്റെ വിശ്വാസം താൻ പൂർണ്ണമായും കാത്തുസൂക്ഷിച്ചിരിക്കുന്നു എന്ന വലിയ ആശ്വാസം അവളിൽ നിറഞ്ഞു. വെറുമൊരു പെണ്ണായി തലകുനിച്ചു പടിയിറങ്ങിപ്പോയവൾ ഇപ്പോഴൊരു നാടിൻ്റെ ഇതിഹാസമായി തിരികെ വളർന്നിരിക്കുന്നു. പുതിയ വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദമില്ലാതെ തന്നെ അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ജയിച്ചിരിക്കുന്നു. സന്ദേശവാഹകൻ നൽകിയ ഓലയുമായി കുഞ്ഞിരാമൻ വാതിൽക്കൽ വന്നു നിന്നു.
അദ്ദേഹം അകത്തേറ്റ് കയറാൻ മടിച്ചു. ആ വലിയ ബഹുമാനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. പുത്തൂരം വീട്ടിൽ നിന്നും അവളെ തിരികെ വിളിക്കുകയല്ല, മറിച്ച് അവൾ എവിടെ നിന്നാലും ആ ചോരയുടെ വീര്യം കെട്ടുപോകില്ല എന്ന വലിയൊരു അംഗീകാരമായിരുന്നു ആ സന്ദേശം. അവൾ അദ്ദേഹത്തെ നോക്കി ഒന്നുകൂടി ശാന്തമായി പുഞ്ചിരിച്ചു. ഇനി ആരുടെയും അംഗീകാരങ്ങൾ അവൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സ് പൂർണ്ണമായും പ്രകൃതിയോട് ചേർന്നു കഴിഞ്ഞിരുന്നു. അതൊരു പുതിയ കാലത്തിൻ്റെ തുടക്കമായിരുന്നു, ശബ്ദമില്ലാത്ത വലിയൊരു പരിവർത്തനത്തിൻ്റെ തുടക്കം. പിന്നീടുള്ള കാലം ആ വലിയ നാലുകെട്ടിനുള്ളിൽ പാരമ്പര്യത്തിൻ്റെ ഇരുമ്പു ചങ്ങലകൾക്ക് പഴയ ശക്തിയുണ്ടായിരുന്നില്ല. അവൾ ആ വീടിൻ്റെ അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒരു വലിയ നദി പോലെ അവൾ ശാന്തമായി ഒഴുകി. എന്നാൽ ആ ശാന്തതയ്ക്ക് ഒരു വലിയ സമുദ്രത്തിൻ്റെ ആഴവും കൊടുങ്കാറ്റിൻ്റെ കരുത്തുമുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. മുറ്റത്തെ ഇലഞ്ഞി മരച്ചുവട്ടിലൂടെ അവൾ നടക്കുമ്പോൾ അവളുടെ ചിലമ്പൊച്ചകൾ ഇപ്പോൾ ആരെയും ഭയപ്പെടുത്തിയില്ല, ആരുടെയും നെറ്റി ചുളിപ്പിച്ചില്ല. പകരം ആ കാൽവെപ്പുകൾ ആ വലിയ കോട്ടയുടെ പുതിയ താളമായി മാറി. ഭർത്താവ് കുഞ്ഞിരാമൻ അവളുടെ ഏറ്റവും വലിയ കരുത്തായി, അവളുടെ നിഴലായി, ഒരു വലിയ തണൽമരം പോലെ അവൾക്കൊപ്പം നിന്നു. അവൾ പറയുന്നത് കേൾക്കാനും അവളുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാനും അദ്ദേഹം പഠിച്ചു. പരസ്പരമുള്ള ആ ബഹുമാനം അവരുടെ ജീവിതത്തെ മുൻപെങ്ങുമില്ലാത്ത വിധം മനോഹരമാക്കി. അവരുടെ ഇടയിലുണ്ടായിരുന്ന മൗനത്തിൻ്റെ വലിയ മതിൽ എന്നേക്കുമായി തകർന്നു വീണു. മുൻപവളെ അത്ഭുതത്തോടെയും ഭയത്തോടെയും നോക്കിയിരുന്ന ആ വീട്ടിനുള്ളിലെ സ്ത്രീകൾ ഇപ്പോൾ അവളോട് കൂടുതൽ അടുത്തു. അവരുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. അവൾ അവർക്ക് വലിയൊരു ധൈര്യമായി മാറി. ഒരു സ്ത്രീക്ക് തൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്ന് അവളുടെ ഒറ്റ സാന്നിധ്യം അവരെ പഠിപ്പിച്ചു. അവളുടെ കൈകളിലെ ആയുധത്തിൻ്റെ തഴമ്പുകൾ കാണുമ്പോൾ അവർക്കിപ്പോൾ അറപ്പല്ല, മറിച്ച് വലിയൊരു ആരാധനയാണ് തോന്നിയത്. പക്ഷെ മാറ്റങ്ങൾ ആ വലിയ മതിലുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കടത്തനാടിൻ്റെ വിശാലമായ മണ്ണിൽ, കാട്ടുപാതകളിലും ഗ്രാമവഴികളിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. പാടവരമ്പുകളിലൂടെ തനിച്ചു നടക്കുമ്പോഴും സന്ധ്യയ്ക്ക് പുഴക്കടവുകളിൽ കുളിക്കാൻ പോകുമ്പോഴും അവർ മുൻപത്തെ പോലെ ഭയന്നില്ല. അവർ ചുറ്റുമുള്ള പ്രകൃതിയെ പുതിയൊരു കണ്ണിലൂടെ കണ്ടു. ഭയമെന്നത് വെറുമൊരു തോന്നൽ മാത്രമാണെന്ന വലിയ സത്യം അവരിലേക്ക് പകർന്നു നൽകിയത് ആ ഒറ്റ സ്ത്രീയുടെ ചരിത്രമായിരുന്നു. അമ്മമാർ തങ്ങളുടെ പെൺമക്കൾക്ക് രാത്രി ഉറങ്ങാൻ നേരം പഴയ അന്ധവിശ്വാസങ്ങളുടെ ഭയപ്പെടുത്തുന്ന കഥകളല്ല പറഞ്ഞുകൊടുത്തത്. പകരം ഇരുമ്പിനെയും കാറ്റിനെയും പ്രണയിച്ച സ്വന്തം കാലിൽ ഉറച്ചുനിന്നവളുടെ വീരഗാഥകളാണ് പാടിക്കൊടുത്തത്. അന്ധകാരത്തിൽ വഴിമാറി നടക്കാൻ അവർ മക്കളെ പഠിപ്പിച്ചില്ല, മറിച്ച് ഇരുട്ടിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ, ശത്രുവിൻ്റെ കണ്ണുകളിലെ ഭയം ആസ്വദിക്കാൻ അവർ പഠിപ്പിച്ചു. ചുവന്ന കുഴിമണ്ണുള്ള പരിശീലന കേന്ദ്രങ്ങളിലെ ഗുരുക്കന്മാർ തങ്ങളുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് അവളുടെ ഏകാഗ്രതയെക്കുറിച്ചാണ്. അകാരണമായി ദേഷ്യപ്പെടുന്നതിന് പകരം പുത്തൂരം വീട്ടിലെ മകളെപ്പോലെ ശാന്തതയോടെ പോരാടാൻ അവർ പുതുജനമുറയെ ഉപദേശിച്ചു. അവളുടെ അദൃശ്യമായ സാന്നിധ്യം ആ നാടിൻ്റെ ഓരോ കോണിലും വലിയൊരു ഊർജമായി, ഒരു വികാരമായി നിറഞ്ഞു നിന്നു. കാലം ആരെയും കാത്തുനിൽക്കാതെ ഒരു പുഴ പോലെ ഒഴുകിമറഞ്ഞു. അനേകം വേനലുകളും വലിയ മഴക്കാലങ്ങളും കടത്തനാടിൻ്റെ മണ്ണിനെ മാറി മാറി തഴുകി കടന്നുപോലെ പോയി. തലമുറകൾ ജനിച്ചു, ജീവിച്ചു, മണ്ണിലേക്ക് തന്നെ മടങ്ങി. ചുവന്ന മണ്ണിലെ ആയുധങ്ങൾ പലതും തുരുമ്പെടുത്തു പോയിട്ടുണ്ടാകാം. വലിയ കോട്ട പോലെയുള്ള പല തറവാടുകളും കാലത്തിൻ്റെ വലിയ ഒഴുക്കിൽ ജീർണിച്ചുപോയി. അധികാരവും അഹങ്കാരവും കാണിച്ചിരുന്ന വലിയ മനുഷ്യരുടെ മുഖങ്ങൾ കാലം മറവിയിലേക്ക് തള്ളിട്ടിട്ടു. അവരുടെ നാമങ്ങൾ ആരും ഓർക്കാതായി. എന്നാൽ ചരിത്രം ചില മനുഷ്യരെ മാത്രം മായ്ക്കാൻ മറന്നുപോകും. കാലത്തിൻ്റെ പുസ്തകത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരു പേര്, ഉണ്ണിയാർച്ച. അതൊരു വെറും വ്യക്തിയുടെ പേരല്ലാതായി മാറി. ഭയത്തിനെതിരായുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമായി, സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉണർവായി ആ പേര് മാറി. അവളുടെ കഥ പറയുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ടും വാക്കുകൾക്കൊരു പ്രത്യേക വീര്യമുണ്ടായിരുന്നു. കേൾക്കുന്നവൻ്റെ സിരകളിൽ ചോര തിളച്ചു. അല്ലിമലർക്കാവിലേക്കുള്ള ആ കാട്ടുപാതയിലെ പോരാട്ടം, ചുരികയുടെ ആ ഭയപ്പെടുത്തുന്ന വെള്ളിത്തിളക്കം, ശത്രുവിനെ വീഴ്ത്തിയ ആ വേഗത, കാറ്റിൽ പാറിയ അവളുടെ കാർമേഘം പോലെയുള്ള മുടിയിഴകൾ, എല്ലാം ഒരു വലിയ കാവ്യം പോലെ മനുഷ്യരുടെ മനസ്സിൽ തലമുറകളായി ജീവിച്ചു. ആയുധമെടുത്ത പുരുഷന്മാർ പോലും
അമ്പരത്തോടെയും ആദരവോടും കൂടി മാത്രം കേട്ടുനിന്ന ഇതിഹാസം. തനിച്ചായി നടന്നവളുടെ ആ പാദമുദ്രകൾ കാലത്തിൻ്റെ ഒരു കാറ്റിനും മായ്ക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആയുധം വെറുമൊരു ഇരുമ്പായിരുന്നില്ല, അതവളുടെ ശബ്ദമായിരുന്നു. ആ ശബ്ദം കടത്തനാടിൻ്റെ അതിരുകൾ ഭേദിച്ച് കാലങ്ങളെ അതിജീവിച്ച് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇന്നും കേരളത്തിൻ്റെ നിശബ്ദമായ ഗ്രാമങ്ങളിൽ പകലിൻ്റെ ചൂടുമാറി രാത്രിയാകുമ്പോൾ വലിയ തെങ്ങുകളുടെ ഇലകൾ കാറ്റിൽ പതുക്കെ ചലിക്കുന്ന ആ ശാന്തമായ നേരത്ത് ദൂരെ ഒരിടത്ത് ക്ഷേത്രമണിയുടെ ശബ്ദം മന്ദമായി കേൾക്കുമ്പോൾ ആ നിശബ്ദതയ്ക്കിടയിൽ ആരോ ഒരാൾ ശാന്തമായി നിൽക്കുന്നുണ്ടെന്ന് തോന്നും. ഇരുണ്ട പച്ചപ്പണിഞ്ഞ വഴികളിലൂടെ ആർക്കും പെട്ടെന്ന് പിടിതരാത്ത ഒരു തണുത്ത കാറ്റ് വീശുമ്പോൾ ആ കാറ്റിൽ അവളുടെ സാന്നിധ്യമുണ്ട്. ഭയമറിയാത്തവളുടെ ആ പഴയ ദൃഷ്ടി, ചിലമ്പൊച്ചകളുടെയും അരയിലെ ഇരുമ്പിൻ്റെ നേരിയ ശബ്ദം ഇന്നും ആ മണ്ണിൽ മുഴങ്ങുന്നുണ്ട്. കാരണം ഈ കഥ ഒരു സാധാരണ സ്ത്രീയുടെ കഥയായിരുന്നില്ല. പുരുഷന്മാർ തീർത്ത അതിരുകളെ മായ്ച്ചു കളഞ്ഞ, സ്വന്തം ഭയത്തെ തോൽപ്പിച്ച് ചരിത്രത്തിലേക്ക് പൂർണ്ണമായും നടന്നുകയറിയവളുടെ ശാശ്വതമായ ഓർമ്മയാണ്. ഇവിടെ ഈ വലിയ നിശബ്ദതയിൽ അവളുടെ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതൊരു നെടുവീർപ്പ് പോലെ ഈ മണ്ണിൽ എക്കാലവും അവശേഷിക്കും.